ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവർക്കും പ്രാർത്ഥനയോടെ നല്ലൊരു പുതിയ വർഷം ആശംസിക്കുവാണ്. ഒരുപാട് നമുക്കറിയാം, നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ ആളുകൾ ഈ ഹാളിൻ്റെ അകത്തും പുറത്തുമായിട്ടുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയായി 2 സൈഡിലും വാഹനങ്ങളുണ്ട്. ഇന്നലെയും ഇന്നുമായി ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത്, നിൽക്കുന്നത്. ഇരിക്കാൻ സൗകര്യമില്ല, എന്നാലും ആ ഒരു ത്യാഗത്തോടെ ഇരിക്കുന്നത്. എത്രയോ മണിക്കൂറുകൾ. സത്യം പറയാം, ഞങ്ങളും ഇന്ന് രാവിലെ 4:30 ഇവിടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. 4:30 കൗൺസിലിംഗ് ആരംഭിച്ചു, പ്രാർത്ഥനകൾ ആരംഭിച്ചു. 4:30 വെളുപ്പിന് 4:30. ഇന്നലെ രാത്രി എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ 2 മണിയെങ്കിലും ആയി കാണും. 1:30-2 മണിയായി എല്ലാം കഴിഞ്ഞ് നമ്മൾ വിശ്രമിക്കാനായിട്ട് പോകുമ്പം. അപ്പോൾ ഈ ദിവസം, ഈ വ്യാഴവും വെള്ളിയും ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ത്യാഗം സഹിച്ച് ഒരാളെന്നല്ല, ശുശ്രൂഷകരൊക്കെയും നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരു സമയമാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ആലയത്തിലേക്ക് നിങ്ങൾ വന്നതിന്, വരാൻ മനസ്സ് കാണിച്ചതിന്. വിവിധ പ്രായത്തിലുള്ള ആളുകളുണ്ട്, വിവിധ ദേശത്തിലുള്ളവരുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുക, യാബസ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അതിരുകളെ ഈ വർഷം വിസ്തൃതമാക്കണം. ആമേൻ. പരസ്പര സ്നേഹത്തിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ചുകൂടി ഐശ്വര്യം വേണം. ആ ഐശ്വര്യത്തിൻ്റെ അതിരുകളെ കുറെ കൂടി ഒന്ന് വിസ്തൃതമാക്കണമേ. ആമേൻ. ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ ആ അതിരിനെ കുറച്ചുകൂടെ ഒന്ന് ഈ 2025 എന്ന വർഷത്തിൽ വിസ്തൃതമാക്കണമേ. എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കുഞ്ഞു വാക്യമാണ് ആദ്യമേ പറയുന്നത്. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് ആരുമാകട്ടെ, ആ ബന്ധം നിനക്ക് ഗുണം ചെയ്യത്തില്ല. നമ്മെ ദൈവത്തിൽ നിന്നകറ്റുന്ന ഒന്നും നമുക്ക് നമ്മുടെ ഭാവിക്കോ നമ്മുടെ ജീവിതത്തിനോ ഗുണം ചെയ്യുന്ന ഒന്നല്ല. അത് അനുഗ്രഹത്തിൻ്റെ അളവിനെ തടസ്സപ്പെടുത്തുന്നതാണ്. എന്നാൽ ദൈവത്തോടൊരു വ്യക്തി അടുക്കുന്നതനുസരിച്ച് ആ വ്യക്തിക്കുള്ള അനുഗ്രഹത്തിൻ്റെ ആഴവും അളവും വർദ്ധിക്കും. ആമേൻ. 2025 ഞാൻ ഈ 2-3 വർഷത്തിനുള്ളിൽ ഒരു കാര്യം മനസ്സിലാക്കി. എഴുതി തള്ളിയ ഒരു വിഷയമാണെങ്കിലും എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ അത് അനുഗ്രഹമാകുമെന്ന് എനിക്ക് മനസ്സിലായി. അത് മറക്കരുത്. നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ, ഞാൻ ഇന്നലെ വന്നവരോടൊക്കെ പറഞ്ഞു, ഈ ബൈബിളോളം വലുപ്പമുള്ള ഒരു പേപ്പർ മുറിച്ച് അതിൻ്റെ ആദ്യത്തെ പേജിൽ എൻ്റെ നിയോഗം എഴുതി വയ്ക്കുക, എൻ്റെ പ്രാർത്ഥനകൾ എഴുതി വയ്ക്കുക. അതെഴുതി വച്ച പ്രാർത്ഥനയാണ്. എഴുതി തള്ളിയ വിഷയമായിരിക്കും അത്. ഇനി അതൊന്നും നടക്കത്തില്ല, ഇനി അതൊന്നും എവിടെ ശരിയാകാനാ എന്ന് ചിന്തിച്ച് എഴുതി തള്ളിയ ഒരു കാര്യമായിരിക്കും. പക്ഷെ ഞാൻ എഴുതി വച്ച് വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിച്ചത്. അതെനിക്ക് അനുഗ്രഹമാകും. ആമേൻ. 2025 3 ദിവസം പ്രാർത്ഥിക്കാമെന്ന് ഒരു വാക്ക് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ 2025 ഈ 3 നിയോഗം വെച്ചാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്. അത് ഈ വർഷത്തിൻ്റെ ചില മാസങ്ങളോളം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കും. ഓരോ വ്യക്തികളിൽ നിന്നും ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയണം. ഇവിടെ വരാനൊന്നും അവർക്ക് സാധിച്ചില്ലേലും ഫോൺ വിളിച്ചോ മെസ്സേജിലൂടെ ഇമെയിലിലൂടെയോ വേറൊരാളിലൂടെയോ ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയാകണം നിങ്ങളുടെ പ്രാർത്ഥന ഫലം ചൂടിയെന്ന്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷമായിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് കണ്ണുകളൊന്ന് അടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, ഈ വർഷം എനിക്ക് ദൈവം അനുഗ്രഹിച്ചത് കാണാൻ പറ്റണം. എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട്, എന്നിട്ട് നമ്മളെ കളിയാക്കിയവർ, വിമർശിച്ചവർ പോലും പറയാൻ ഇടവരണം. എന്ത്? അവരുടെ പ്രാർത്ഥന കൊണ്ടാകട്ടോ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായത്.
അവരുടെ പ്രാർത്ഥന കൊണ്ടോ കേട്ടോ ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. അവരുടെ പ്രാർത്ഥന കൊണ്ടാകട്ടോ ആ തടസ്സമൊക്കെ മാറി ആ കുടുംബം എന്ന് നമ്മളെ വിമർശിക്കുന്നവർ പോലും പറയാൻ ഇടയാകത്തക്ക വിധം ഒരു അനുഗ്രഹത്തെ എൻ്റെ വീട്ടിൽ എനിക്ക് കാണാൻ പറ്റണം. എൻ്റെ വീടിന്റെ മുറികളിൽ എനിക്ക് കാണാൻ പറ്റണം. എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് കാണാൻ പറ്റണം. എൻ്റെ സർട്ടിഫിക്കറ്റിൽ, എൻ്റെ ജോലി, എൻ്റെ വിദ്യാഭ്യാസത്തിൽ, എൻ്റെ പരീക്ഷ എഴുതുന്ന ഇന്റർവ്യൂകളിൽ, മാർക്ക് ഷീറ്റിൽ, റിസൾട്ടിലൊക്കെ ദൈവം അനുഗ്രഹിച്ചത് എനിക്ക് കാണാൻ പറ്റണം. വീടില്ലാത്ത എനിക്കൊരു വീട് ഉണ്ടാകുന്നത് കാണാൻ പറ്റണം. സമാധാനമില്ലാത്ത എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നത് എനിക്ക് ഈ വർഷം കാണാൻ പറ്റണം. കാണാൻ കഴിയത്തക്ക വിധം അനുഗ്രഹം എനിക്ക് വേണം. എഴുതി തള്ളിയതാണേലും ഇത് ഇവിടെ ഇരുന്ന് കേൾക്കുമായിരിക്കും, വിദേശത്തിരുന്ന് കേൾക്കുമായിരിക്കും, എവിടെയും ആയിക്കൊള്ളട്ടെ, എഴുതി തള്ളി ഒരു കാര്യമാ. പക്ഷെ എഴുതി വെച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് അത് ദൈവം നിനക്ക് സാധിച്ചു തരും. അത് ഈ വർഷം നിനക്കൊരു അനുഗ്രഹമായി അത് വെളിപ്പെട്ടു വരും. ഞാനിത് ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യമാണ്. നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ഭയങ്കര ഫലമുണ്ടെന്ന്. വെറുതെ ഒന്നും പ്രാർത്ഥിക്കുവല്ല, വെറുതെ വാഗൊണ്ട് പറഞ്ഞൊരു പ്രാർത്ഥന മാത്രം. എഴുതി വച്ചിരിക്കുക, ദൈവസന്നദ്ധിയിൽ എഴുതി വച്ചിരിക്കുക എൻ്റെ ഈ കാര്യം, അത് അനുഗ്രഹമാകും. ഞാൻ ഓർക്കുന്നൊരു കാര്യം പറയാം, വിശ്വാസത്തോടെ പറയുവാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, അത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ചെടി നട്ടിട്ടുണ്ടെന്നിരിക്കട്ടെ. ഒരു ചെടി, ആ സ്ഥലത്ത് വലിയ വെള്ളമില്ല, വളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ആ ചെടി നിൽക്കുന്നത്. ആ ചെടിയുടെ മണ്ണ് മാന്തി നോക്കുമൊന്നും വേണ്ട, വളമുണ്ടോ വെള്ളമുണ്ടോ എന്ന്. അതിൻ്റെ ഇലയെ നോക്കിയാൽ മതി, അതിൻ്റെ തണ്ടയെ നോക്കിയാൽ മതി, അതിൻ്റെ കൂമ്പിനെ നോക്കിയാൽ മതി, അതിൻ്റെ വളർച്ചയെ നോക്കിയാൽ മതി. അതാകെ വാടി ജീവനില്ലാത്ത പോലെ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ നിൽക്കുന്ന സ്ഥലത്ത്, ആ മണ്ണിൽ വളവും വെള്ളവും ഇല്ലെന്നാണ്. എന്നാൽ അതേ സ്ഥാനത്ത് വെള്ളവും വളവുമുള്ള ഒരു സ്ഥലത്താണ് ഈ ചെടി നിൽക്കുന്നതെങ്കിലോ അതിൻ്റെ ഇലയ്ക്കൊരു പച്ചപ്പ്, അതിൻ്റെ തണ്ടിനകത്തൊരു ബലം, അതിന് നല്ല ജീവനുള്ള കൂമ്പ്, അത് കണ്ടാൽ അറിയാം. ഇതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ വളരുന്നത് കണ്ടാൽ അറിയാം, നിൽക്കുന്നത് വളവും വെള്ളവും ഉള്ള സ്ഥലത്താണ്. ആമേൻ. ഇനി അവനൊരു പ്രാർത്ഥനയില്ല, വിശ്വാസവും ഇല്ല, അത്ത മണ്ണിലാ നിൽക്കുന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുമോ? അത് അവൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖത്തതറിയാൻ പറ്റും, അവൻ്റെ ജീവിത പങ്കാളിയുടെ മുഖത്തതറിയാൻ പറ്റും. ചില വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർക്കൊരു പ്രത്യേക സന്തോഷം. വലിയ കൊട്ടാരം പോലത്തെ വീടൊന്നുമില്ല, പട്ടുമെത്തയിലൊന്നും അല്ല ആരും കിടക്കുന്നത്, എന്നും സുഖസമൃദ്ധമായ ഭക്ഷണമൊന്നുമില്ല. പക്ഷെ എല്ലാവരുടെയും മുഖത്തൊരു വെളിച്ചമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് കാണുമ്പോൾ അറിയാൻ പറ്റും ഈ വീട്ടിലുള്ളവർ നിൽക്കുന്നത് ദൈവാനുഗ്രഹത്തിലാണ്. ഇവർ നിൽക്കുന്നത് നല്ലൊരു മണ്ണിലാണ്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് വീടൊക്കെ ഉണ്ട്, കാറുണ്ട്, പക്ഷെ ആരുടെയും മുഖത്തൊക്കെ ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. എന്തൊക്കെയോ അകത്ത് സഹിക്കുന്നത് പോലെ, വെള്ളവും വളവും ഇല്ലാത്ത സ്ഥലത്തൊരു ചെടി നിൽക്കുന്നത് പോലെ ആ വീടിന്ന് നിൽക്കുന്നത്. ഇന്നും നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിത പങ്കാളി, മക്കളൊക്കെ നിൽക്കുന്നത് വെള്ളവും വളവും ഇല്ലാത്തൊരു മണ്ണ് നിൽക്കുന്ന ചെടി പോലെ ആണോ? ഒരു സന്തോഷമില്ല, ചെയ്തതൊന്നും വിജയിക്കുന്നില്ല, ഒരു ഉയർച്ചയില്ല, ഒന്നും പട്ടിണി മാത്രം. അവിടെ നിന്നൊരു മാറ്റം ഉണ്ടാകുക ഈ വർഷം. പ്രാർത്ഥിക്ക്, കർത്താവേ, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം അനുഗ്രഹമാക്കി മാറ്റണം. എൻ്റെ വീടൊരു അനുഗ്രഹമാകണം. വളവും വെള്ളവുമുള്ള ഒരു സ്ഥലത്തൊരു ചെടി വളരുന്നത് പോലെ എൻ്റെ കുടുംബം അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ ഇടവരണം. നമ്മളിവിടെ ബൈബിൾ അവിടുന്ന് എടുത്തേച്ച് ഇങ്ങോട്ടെടുത്ത് തിരിച്ചു മറിച്ച് നോക്കി യഥാസ്ഥാനത്ത് വയ്ക്കുകയല്ല. ബൈബിൾ എടുത്ത് വായിച്ച ആ വാക്യത്തിൻ്റെ അനുഗ്രഹം വിശ്വാസത്തോടെ എടുക്കുന്ന സമയമായത്. വിശ്വാസത്തോടെ വചനം എടുക്കുന്ന സ്ഥലത്താണ് ആ വചനത്തിൻ്റെ അനുഗ്രഹത്തെ ദൈവം വെളിപ്പെടുത്തുന്നത്. ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നത്. ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. അനുഗ്രഹ എന്ന പുണ്യഭൂമി ദൈവാനുഗ്രഹത്തിന്റെ വളവും വെള്ളവുമുള്ള ഒരു ഭൂമിയാണ്. ഈ അനുഗ്രഹ എന്ന സ്ഥലം ഒരു അനുഗ്രഹത്തിന്റെ ഇടമാണ്. ഇവിടെ നിൽക്കുന്ന മനുഷ്യർ അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ അനുഗ്രഹ
അനുഗ്രഹയിലെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബം വളരുന്നത് കാണാൻ പറ്റണം. വിശ്വസിക്കുന്നു. കാരണം ഇത് ദൈവം അനുഗ്രഹിച്ചൊരു ഭൂമിയാണ്, ദൈവം അനുഗ്രഹിച്ച ഒരു ഇടമാണ്. ഇതിനകത്ത് ദൈവം ഒരുക്കിയ വളവും വെള്ളവുമുണ്ട്. അതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവന്റെ നേട്ടങ്ങളായി അവന്റെ തടസ്സങ്ങൾ മാറാൻ കാരണമാകുന്നത്, അവന്റെ വിജയത്തിന് അത് കാരണമാകുന്നത്. ആ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, വളവും വെള്ളവും ഉള്ള ഒരു സ്ഥലത്ത് ചെടി വളരുന്നത് പോലെ എനിക്കും എന്റെ കുടുംബത്തിനും വളരാൻ കഴിയണം, ഒരു നേട്ടമായി മാറാൻ കഴിയണം. എഴുതി തള്ളിയതാണേലും എഴുതി വച്ചവ സാധിച്ചു കിട്ടിയിരിക്കും. എഴുതി തള്ളിയതാണേലും എഴുതി വച്ചത് ദൈവം അത്ഭുതമാക്കി മാറ്റി. വിശ്വസിച്ച് സ്തുതിക്കുന്നു, ഇപ്പോൾ ഞാനിങ്ങനെ ഓർക്കുവാണ്, ഒരു പ്രശ്നമുള്ളവരാണോ ഒന്നിലധികം പ്രശ്നമുള്ളവരാണോ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ, കൈ പൊക്കിച്ചാൽ ഒന്നിലധികം പ്രശ്നമുള്ളവരാ 90% ആളുകളും. ഒന്നിലധികം രോഗമുള്ളവരെന്ന് ചോദിച്ചാൽ ഒരുപാട് കരങ്ങൾ ഇവിടെ ഉയരും. ഒന്നിലധികം സങ്കടങ്ങളുള്ളവർ കൈവക്കാൻ പറഞ്ഞാലോ കുറേ പേര് കണ്ണും പൂട്ടി കൈ പൊക്കും. ഒന്നിലധികം പ്രശ്നങ്ങളുള്ളവരിവിടെയുണ്ട്. എത്ര പ്രശ്നം ആയിക്കൊള്ളട്ടെ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞു മറിഞ്ഞ ചെളിയിൽ നിന്നും ദൈവം നിന്നെ സുരക്ഷിതമായൊരു പാറയിൽ നിർത്തും. സുരക്ഷിതമായൊരു പാറയിൽ നിർത്തും. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ, ഇതിന്റെ വചനത്തിലേക്ക് വരാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പ്രവാചകൻ പറഞ്ഞു, പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ഇന്ന വീട്ടിലേക്ക് ചെല്ല്, അവിടെ അവർക്ക് വേണ്ട ഭക്ഷണം നിനക്ക് തരും. അത് പിന്നീട് പ്രവാചകൻ മനസ്സിലാക്കി ആ വീട്ടിൽ ദാരിദ്ര്യമാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ, കുറച്ചു എണ്ണയും കുറച്ച് മാവും. അപ്പോൾ ആ സ്ത്രീയോട് ആ പ്രവാചകൻ പറഞ്ഞു, വീട്ടിൽ പോയി അയൽവാസികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ പാത്രങ്ങൾ കൊണ്ടുപോയി വീടിനകത്ത് നിരത്തി വയ്ക്കുക. അടുത്തൊരു വാക്കുണ്ട്, നിറയുന്നത് നീ മാറ്റിവെക്കണം. 2 വാക്ക് മറക്കുമോ? ഈ പുതിയ വർഷത്തിൽ ദൈവം അനുഗ്രഹിച്ചു നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കും. ആ വാക്കിങ്ങനെയാണ്, നിറയുന്നത് മാറ്റിവെക്കണം. ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ഈ ആലയത്തിൽ ദൈവാനുഗ്രഹം നിറയുന്നത് മാറ്റിവെക്കാൻ പറ്റണം. നിങ്ങളുടെ വീട്ടിൽ സന്തോഷമുണ്ടല്ലോ, ഇന്ന് കുറവാ, ഇന്ന് ഒരു ദിവസം സന്തോഷം 10 ദിവസം വഴക്കാ, അത് മാറണം. നിങ്ങളുടെ വീടിനകത്ത് സന്തോഷം നിറഞ്ഞു വരണം. സമാധാനം നിറഞ്ഞു വരണം. പരസ്പരമുള്ള ബന്ധം, കൂട്ടായ്മ ഇങ്ങനെ പോയാ പോരാ, നിറഞ്ഞു വരണം. ആഗ്രഹിക്കുന്നവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ വചന സത്യമാ. കുഴഞ്ഞ ചേറ്റിൽ നിന്നും തകർന്ന സ്ഥലത്തു നിന്നും ദൈവം നിന്നെ ഒരു പാറമേൽ നിർത്തും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. നിന്ന സ്ഥലവും പോയ സ്ഥലവും ഒക്കെ നോക്കിയാൽ ചെളി നിറഞ്ഞതും തകർന്നതുമായ സ്ഥലങ്ങളാണ്. പക്ഷെ നിർത്തിയത് ദൈവം പാറയിലാണ്. അപ്രാപ്യമായ പാറയെന്ന്, അത് മനുഷ്യന് എറിഞ്ഞു കൊള്ളിക്കാൻ അങ്ങനെ ഒരു വാക്കുണ്ട്, മനുഷ്യന് എറിഞ്ഞാൽ എത്താത്ത ഉയരത്തിലുള്ള പാറമേൽ നിന്നെ ഞാൻ കയറ്റി നിർത്തുന്ന സങ്കീർത്തനം പറയുന്നു. ഇപ്പൊ കുഴഞ്ഞ ചേറ്റിലാണ് കിടക്കുന്നത്, ഇപ്പോൾ ചെളിക്കുഴിയിലാണ് കിടക്കുന്നത്. നാളെ ദൈവം നിന്നെ കൈക്ക് പിടിച്ചുയർത്തുമ്പോൾ മനുഷ്യർക്ക് അപ്രാപ്യമായ പാറമേൽ നിന്നെ കയറ്റി നിർത്തും. താഴെ നിന്ന് കുറെ പേർക്ക് എറിയണമെന്ന് തോന്നിയാൽ എറിഞ്ഞാൽ എത്തത്തില്ല. ആ കല്ലെത്തുന്നേക്കാൾ മുകളിലാണ് ദൈവം ആ പുള്ളിനെ നിർത്തിയിരിക്കുന്നത്. അത് ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കരമാണ്. വിജയകരമായ ഒരു വലത്തുകരം ദൈവത്തിനുണ്ട്. ദൈവകരത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? വിജയകരമായ വലത്തുകരം. ഇനി ഒരു വചനം കേൾക്കാൻ പോവുകയാണ്. ആ വചനം വായിച്ചത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, പക്ഷേ ഇന്നലെ കേട്ടവരുണ്ട്, പക്ഷേ ശരിക്കും എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഒരേ വചനമാണേലും ഇന്നത് പറയാൻ ഒത്തിരി സന്തോഷമുണ്ട്. അത് പറയാൻ കാരണമായ കാര്യം ഇങ്ങനെയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന് കേൾക്കുന്ന ആ കാര്യം ഇങ്ങനെയാണ്. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത് എവിടെയാണ്? അതെഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ഇങ്ങനെയാണ്. ഗലീലയിലെ കാനായിൽ
ഒരു വിവാഹം, ഒരു കല്യാണം നടന്നു. അപ്പോൾ എൻ്റെ സ്വാഭാവികമായൊരു ചോദ്യം എപ്പോഴും ഇതായിരുന്നു, എന്തിനാണ് ദൈവമേ ഗലീലിയിലെ കാനായിൽ നിന്ന് എഴുതിയത്? കാനായിൽ ഒരു കല്യാണം നടന്നു, വയനാട്ടിൽ വടുവഞ്ചാലിൽ ഒരു കല്യാണം നടന്നു എന്ന് എഴുതിയാൽ പോരെ? വടുവഞ്ചാലിൽ വട്ടത്തുവയലിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിലൊരു കല്യാണം നടന്നു എന്ന് എന്തിനാ ബൈബിളിൽ എഴുതിയത്? അപ്പോൾ ആ ഗലീലിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇത് വായിക്കുമ്പോൾ ആ ഗലീലി പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഗലീലി ഒരുപാട് പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുടെ കൂട്ടായ്മയുള്ള സ്ഥലമൊന്നുമല്ല, ഭക്തന്മാർ ഒരുമിച്ച് കൂടിയ സ്ഥലമൊന്നുമല്ല. ഗലീലി സത്യം പറഞ്ഞാൽ ഒരു പൊട്ട സ്ഥലമാണ്. ആ ഗലീലിയിലെ കാനായില യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മളോട് ചിലർ പറഞ്ഞിട്ടില്ലേ, ഓ നിനക്ക് പള്ളിപ്പോക്കും പ്രാർത്ഥനയൊക്കെ കുറവ്, അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകത്തില്ലെന്ന്. എനിക്ക് പള്ളിപ്പോക്കും പ്രാർത്ഥനയും കുറവാണെങ്കിലും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലായിരിക്കും ദൈവം ആദ്യത്തെ അത്ഭുതം ചെയ്യൂ. ആമേൻ. ചിലർ പറയും നിനക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിലാണ് ആദ്യത്തെ അത്ഭുതം ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിലാണ് ചെയ്യുന്നെങ്കിലോ. അങ്ങനെ ഒന്ന് വിശ്വസിച്ചേ, ഇന്ന് എൻ്റെ ജീവിതത്തിലാ ദൈവത്തിൻ്റെ ആദ്യത്തെ അത്ഭുതം. ആമേൻ. വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ കുടുംബത്തിലാ, ഇന്ന് എൻ്റെ കുടുംബത്തിന്റെ ഇരുട്ടായി ഇന്ന് ആദ്യം മാറുന്നു. വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിന് സങ്കടമായി സംഭവിക്കട്ടെ. എൻ്റെ വീട്ടിലായി ഇന്ന് ആദ്യത്തെ അത്ഭുതം. ഞാനത് വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തിലായി ഇന്ന് ആദ്യത്തെ അത്ഭുതം. ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെക്കാൾ ഏറ്റവും സങ്കടമുള്ളത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാനാണ്, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് തോന്നും അദ്ദേഹത്തിനാണെന്ന്. ഓരോരുത്തർക്കും അവരവരുടെ സഹനമുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിലാ ആദ്യത്തെ അത്ഭുതം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം തുടങ്ങുന്നത് ഗലീലിയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നു എന്നാണ്. അപ്പൊ ഈ ഗലീലി എന്നാന്നറിയണ്ടേ? അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായം 15 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ച് ഉറക്കെയൊന്ന് ശബ്ദം കുറച്ചൊന്ന് ഉറക്കെയൊന്ന് വായിക്കാമോ? ശബ്ദം ഉയർത്തി സ്പീഡ് കുറച്ചൊന്ന് വായിക്കുവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 15 മുതലുള്ള വാക്യം. ഗലീലി എന്താന്ന് കേട്ടുവോ? സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, ജോർദാന്റെ മറുകരയിൽ, സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, സെബലൂൺ നഫ്താലി പ്രദേശങ്ങൾ എന്ന് എഴുതിയിട്ട് ഒരു ചെറിയ വരയിട്ടിട്ടുണ്ട് ബൈബിളിൽ. ഒരു കുഞ്ഞ് ഹൈഫൻ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട് വിജാതീയരുടെ ഗലീലി. അപ്പൊ ഗലീലി എന്താണ്? വലിയ ആൾക്കാരൊന്നുമില്ല, വലിയ പുള്ളികളൊന്നും ഇല്ല അവിടെ. വിജാതീയരായ കുറെ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഗലീലി. അവിടെയാണ് കുഞ്ഞെ ആദ്യത്തെ അത്ഭുതം ഉണ്ടായത്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, എൻ്റെ ജീവിത പങ്കാളി 40 വർഷമായല്ലോ കുമ്പസാരിച്ചിട്ട്, എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. സാരമില്ല, നിങ്ങളുടെ വാക്ക് കൊണ്ട് ആ വ്യക്തിയെ മാറ്റാൻ കഴിയില്ലായിരിക്കും, പക്ഷെ നിന്റെ ജീവിതത്തിലായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ ആദ്യത്തെ അത്ഭുതം. ആമേൻ. വിശ്വസിക്കുന്നു. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിന്റെ വീട്ടിലൊന്നും നടക്കത്തില്ല, നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കത്തില്ല, നിനക്കതിന് പ്രാർത്ഥനയുണ്ടോ, നിങ്ങളതിന് പള്ളിപ്പോക്കൊക്കെ കുറവാണല്ലോ. മനുഷ്യര് പല കാര്യങ്ങൾ കൊണ്ട് അളക്കും. അങ്ങനെ ആയോണ്ട് ഇങ്ങനെ കിട്ടൂല, ഇങ്ങനെ ആയോണ്ട് അത് ശരിയാവില്ല. പക്ഷെ എൻ്റെ ഞാൻ വിശ്വസിക്കുക, മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ അവസ്ഥ അറിയുന്ന ദൈവം എന്നെ ഇന്ന് ആദ്യം അനുഗ്രഹിക്കും. എന്നെ ആദ്യം അനുഗ്രഹിക്കും. ഞാൻ എന്തേരെ കരഞ്ഞിട്ടുണ്ടോന്ന് നാട്ടുകാർക്ക് അറിയത്തില്ല, ഞാൻ എന്തേരെ കരഞ്ഞിട്ടുണ്ടോന്ന് എൻ്റെ മക്കൾക്ക് അറിയത്തില്ല, ഞാൻ എന്തേരെ കരഞ്ഞിട്ടുണ്ടോന്ന് എൻ്റെ ജീവിത പങ്കാളി പോലും കണ്ടിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വാഹനത്തിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ബാത്റൂമിൽ കയറിയിട്ട് പൈപ്പ് തുറന്ന് ബക്കറ്റിലേക്ക് വെള്ളം ഇട്ടിട്ട് ഒച്ച ആരും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞവരുണ്ട്. ഇതിനകത്ത് പല വിധത്തിൽ കരഞ്ഞവരുണ്ട്. പറമ്പിൽ പോയി മരത്തിൻ്റെ ചോട്ടിലും ആരും കാണാത്ത ഒറ്റപ്പെട്ട സ്ഥലത്തും ഇരുന്ന് കരഞ്ഞവരുണ്ട്. നിന്റെ ജീവിതത്തിലായിരിക്കും ആദ്യത്തെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത്. ഒരു നിമിഷം കണ്ണുകളടയ്ക്ക്. ഇത് പറഞ്ഞു തീർന്നിട്ടില്ല, പ്രസംഗിച്ചൊന്നും ആയിട്ടില്ല, പക്ഷെ ഒരു കാര്യം പറയണം. ഈ ഗലീലിയിലാണ്, ആ വീട്ടിലാ യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. നിങ്ങൾ പറ, കർത്താവേ, ആ ഗലീലിലെ വീടാണ് ഇന്ന് എൻ്റേത്. ആ വീട്ടിലുള്ള കുറവ് ഇന്ന് പല വിധത്തിൽ എൻ്റെ വീട്ടിലും ഉണ്ട്. സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഉയർച്ചയില്ല, കടവാണ്, കഴുത്തറ്റം വരെ പ്രശ്നമാണ്, കഴുത്തറ്റം വരെ കടവാണ്. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലാ ഈ 3-ാം തീയതി ആദ്യത്തെ അത്ഭുതം.
ഇവിടെ നിൽക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിലാ ഇന്നത്തെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്നു. ഒന്നും ഒരു പാഴ്വാക്കോ വെറും വാക്കോ അല്ല. ഹല്ലേലൂയ. ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാമോ? ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ആ ഗലീലിലെ കാനായിൽ ആ നാട്ടുകാരൊക്കെ പറഞ്ഞത് അവിടെ ഒന്നും നടക്കത്തില്ലെന്നാണ്. പക്ഷെ അവിടെയാ യേശു കടന്നു ചെന്നത്, അവിടെയാ മറിയം കടന്നു ചെന്നത്. ശിഷ്യന്മാർ എല്ലാം പോയത് ആ വീട്ടിലേക്കാ. ഒരു പക്ഷേ നാട്ടിൽ നമ്മുടെ വീടിനൊന്നും വലിയ സ്ഥാനമോ ഒന്നും ഉണ്ടാവില്ല. നാട്ടുകാരുടെ മുമ്പിൽ നമ്മുടെ വീടൊക്കെ വെറും ഒരു വിലയില്ലാത്ത വീടായിരിക്കും. അയ്യോ, ആ വീടോ അവരോ, ഓ അവരൊക്കെ അങ്ങനാന്നൊക്കെ ആയിരിക്കും നാട്ടിൽ പറയുന്നത്. പക്ഷെ ദൈവം നിന്റെ വീട്ടിൽ വരും, ദൈവം നിന്റെ വീട്ടിൽ സന്ദർശിക്കും. ആ കല്യാണ വീട്ടിൽ മറിയവും ശിഷ്യന്മാരും യേശുവും ആ വീട് സന്ദർശിച്ചില്ലേ? അതുപോലെ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ എന്റെ ജീവിതത്തിൽ ദൈവം സന്ദർശനം നടത്തും. അബ്രാഹത്തിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ സന്ദർശനം നടത്തി. എന്റെ ജീവിതത്തിൽ ദൈവം സന്ദർശനം നടത്തും. എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല, എനിക്കൊരു ദോഷവും വരികയില്ല, ഒരനർത്ഥവും എന്റെ കൂടാരത്തിൽ തൊടാൻ സമ്മതിക്കുകയില്ല. കാരണം ദൈവം എന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എന്റെ ഭവനത്തിൽ വരും. ആ കരങ്ങളൊന്ന് സാധ്യമാണോ? ഒന്ന് പ്രാർത്ഥിച്ച്, കേട്ട വചനത്തിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇതുപോലെ തകർന്നിരിക്കുന്ന ഒരു വീടാണ് എൻ്റേത്, ഇതുപോലെ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് എൻ്റേത്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങാൻ സത്യം പറഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ എന്റെ വീടിനകത്ത് ഇന്നൊരു അത്ഭുതം നടക്കുമെന്ന്, എന്റെ വിദ്യാഭ്യാസത്തിനകത്ത് ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകുമെന്ന്, എന്റെ കടബാധ്യതയുടെ മേൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകുമെന്ന്, എന്റെ നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഇത് വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ, ചെറുതിലും വലുതിലും വിശ്വസ്തനായി. ഒന്ന് അർത്ഥം പറഞ്ഞ് പാടി. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ, ചെറുതിലും വലുതിലും വിശ്വസ്തനായി. എല്ലാവരും ഈ വാക്കുകൾ മാത്രം ഒന്ന് പാടിയേ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ, ചെറുതിലും വലുതിലും വിശ്വസ്തനായി. അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ എന്ന് പറഞ്ഞു. അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി. മഹത്വമേ പറഞ്ഞ്, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ പറഞ്ഞ് എല്ലാവരും. മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഗലീലയിലാണ് ബൈബിളിൽ പറയുന്ന ആദ്യത്തെ അത്ഭുതം നടന്നത്. ആ വീട്ടിനകത്ത് ആദ്യത്തെ അത്ഭുതം നടന്നത്. ഇനി ഗലീലി എന്നെ അടുത്ത വാക്യം കൂടെ വായിച്ചേ. വിജാതീയരുടെ ഗലീലി. ഇനി അവിടുത്തെ ആളുകൾ ഭയങ്കര സംഭവമാണോ എന്ന് എഴുതിയിട്ടുണ്ട്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ. അവിടെ നിർത്തിക്കേ. അവിടുത്തെ ജനങ്ങൾ അപ്പൊ അവിടെ എവിടെയായിരുന്നു? അന്ധകാരത്തിലായിരുന്നു, തപ്പിത്തടയുമായിരുന്നു. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സമയം അന്ധകാരത്തിലായിരുന്നു. അവിടെയാ യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. അന്ധകാരത്തിൽ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറയില്ലേ, എൻ്റെ കാര്യം എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല, ആകെ ഒരു ഇരുട്ടാണ്, എൻ്റെ ഇതെല്ലാം ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, എൻ്റെ ഭാവി ഓർക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നുന്നു. നിങ്ങളും നമ്മളെ ഈ ഗലീലിയിലെ ജനങ്ങളെപ്പോലെ എവിടെയൊക്കെയോ ഇരുട്ടിലാണ്. എനിക്ക് വായിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ജീവിതം എനിക്ക് ഓർമ്മ വരും. ഏത് വചനം പറയുമ്പോഴും എനിക്കിത് ഓർമ്മ വരും.
ഗലീലിയിലെ അടുത്ത വാക്യം കൂടെ വായിച്ചോട്ടെ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ പ്രകാശം കണ്ടു. ചെറിയ വെളിച്ചമല്ല കണ്ടത്, വലിയ പ്രകാശം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇന്ന് ഏത് അന്ധകാരത്തിലായിക്കോട്ടെ, ആ അന്ധകാരത്തിൽ വലിയൊരു അനുഗ്രഹത്തിന്റെ ആമേൻ. വെളിച്ചം കാണും. വിശ്വസിക്കുന്നു കർത്താവേ. അനുഗ്രഹത്തിന്റെ വലിയൊരു വെളിച്ചം ഈ ഹല്ലേലൂയ. വർഷം ഞാൻ കാണും. ആമേൻ. അനുഗ്രഹത്തിന്റെ ഒരു വെളിച്ചം ഈ വർഷം ഞാൻ കാണും. ആമേൻ. സംഭവിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടൊക്കെ ഉണ്ട്, ഒരു ജോലി ആഗ്രഹിക്കുന്നവർ ആ പാസ്പോർട്ടിൽ പറ്റുന്ന ബാഗ് തൊട്ടേച്ച് പറയണം, ഇതിനകത്ത് ഈ വർഷം ഒരു വെളിച്ചം ഞാൻ കാണും. ആമേൻ. ഒരു വലിയ വെളിച്ചം ഞാൻ കാണും. ഹല്ലേലൂയ. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഈ മെഴുകുതിരിയുടെ വെട്ടം പോലെ ഒരു ഇച്ചിരി വെട്ടമല്ല, ഇവിടെ ഇരിക്കുന്ന ഈ കത്തി നിൽക്കുന്ന ഈ വെളിച്ചത്തിന്റെ ഒരു വലിയ വെളിച്ചം. ആമേൻ. വലിയ വെളിച്ചം, അത് അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ ഞാൻ പ്രാർത്ഥിക്കുക, വലിയൊരു വെളിച്ചം കാണാൻ ഇടവരട്ടെ. ഹല്ലേലൂയ. വലിയൊരു വെളിച്ചം കാണാൻ ഇടവരട്ടെ. സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഇരുട്ട് മാറും. അപ്പം വെളിച്ചം, വലിയൊരു വെളിച്ചം കണ്ടു. പിന്നെയോ മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി. അപ്പൊ ഗലീലിയിലുള്ള ആളുകൾ എങ്ങനെ എവിടെയൊക്കെയാ വസിച്ചത്? മരണത്തിന്റെ നിഴലിലും മരണത്തിന്റെ മേഖലയിലും. ഒരാൾക്ക് പ്രത്യാശയില്ല ഈ ഗലീലില്. മരണത്തിന്റെ നിഴലിലും ഒക്കെ അവിടെയാ യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കട്ടെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ വീടിനെ നോക്കിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പോക്ക് കുടുംബമാണ്, ഇതൊരു മോശം കുടുംബമാണ്, ഇവർക്കൊരു വിശ്വാസവും ഇല്ല. അയ്യോ, ഇത് ഞങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തിന് പണ്ട് ചെകുത്താങ്കുഴി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറേ നാളായിട്ട് ഞാൻ പറയത്തില്ലായിരുന്നു ആ വാക്ക്. ആ സ്ഥലത്തിൻ്റെ പേര് പറയാൻ പോലും കൊള്ളത്തില്ലാത്തൊരു സ്ഥലമാണ്. എന്താ പേര്? നിങ്ങൾ പറയണ്ട, ഇന്ന് നല്ല ഒരു ദിവസമാണ്, ഞാൻ പറഞ്ഞോളാം. ചെകുത്താങ്കുഴി. കരോളിന് വരുമ്പോൾ പോലും, ഉണ്ണീശോയും കൊണ്ട് വരുമ്പം നേരത്തെ വരും, അങ്ങോട്ട് ഇറങ്ങാൻ പാടാ. അതൊരു ഭയങ്കര കുഴിയാണ്. ആ കുഴി നിൽക്കുന്ന ഒരാളാണ് ഇന്ന് ഇവിടെ നിൽക്കും, നിങ്ങളുടെ മുമ്പിൽ 2 സ്റ്റെപ്പ് മുകളിൽ കയറി നിൽക്കുന്നത്. സങ്കീർത്തന വചനം കറക്റ്റാ. കുഴഞ്ഞ ചേറ്റിൽ നിന്നും, പിന്നെന്താ, വലിയ കുഴിയിൽ നിന്നും നിന്നെ കയറ്റും. ചിലപ്പോഴുണ്ടല്ലോ നമുക്ക് എല്ലാവരും എതിരാവും, സകല സാഹചര്യങ്ങളും സകലരും എതിരാവും. ചിലപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. പക്ഷെ ദൈവം എതിരാവൂല. ആമേൻ. ദൈവം എതിരാകത്തില്ല. ചിലപ്പോൾ ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ അച്ഛനോട് പറയും, അച്ഛൻ ആ പണിക്ക് നിൽക്കണ്ട കേട്ടോ, അവരങ്ങനത്തോരാ. അത് ശരി. അവർക്കൊന്നും നമ്മൾ പറയില്ലേ, ആക്ഷൻ പറയല്ല, ആക്ഷൻ തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഞാനും ഗലീലിയിലെ കാനായിലെ വീടാണ്, പക്ഷെ ഒരു അത്ഭുതം നടന്നല്ലോ. ആമേൻ. ചിലപ്പോൾ നമ്മുടെ വീട് ഈ ഗലീലി പോലെയാണ്. പക്ഷേ ആരാണ് പറഞ്ഞത് ഗലീലിയിൽ അത്ഭുതം നടക്കില്ലെന്ന്? ആ ഇരുട്ടും മാറില്ലെന്ന് ആരാ പറഞ്ഞത്? പക്ഷെ ദൈവം പറഞ്ഞിട്ടില്ല. മനുഷ്യൻ പറയും ഗലീലിൽ അത്ഭുതം നടക്കത്തില്ല, ആ വീട്ടിൽ അത്ഭുതം നടക്കത്തില്ല, ആ കൊച്ചിന്റെ കല്യാണവും നടക്കത്തില്ല, അവർക്കൊന്നും ജോലി കിട്ടത്തില്ല, അതൊക്കെ എന്തോ ശാപം പറ്റി കിടക്കുന്നവരാ. മനുഷ്യൻ ഇങ്ങനെ 100 കാര്യങ്ങൾ പറയും. പക്ഷെ ആദ്യത്തെ അത്ഭുതം നടന്നത് എഴുതിയിരിക്കുന്ന ഇങ്ങനെ, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ പ്രകാശം കണ്ടു. ഒരു മെഴുകുതിരി വെട്ടം കണ്ടു എന്നല്ല, വലിയ വെളിച്ചം. ആമേൻ. നാളെ നിങ്ങളെ നോക്കി പലരും പറയാൻ ഇടവരട്ടെ, അന്ധകാരത്തിൽ കഴിഞ്ഞ വീടാ, തകർന്നു കിടന്ന വീടാ, ഇന്ന് അതേ സ്ഥാനത്ത് ഭയങ്കര വെളിച്ചവാ. അത് സമ്പത്തിനായാലും ജീവിതോഭാവിയായാലും 4 പേര്, നമ്മുടെ പള്ളിക്കാരും നമ്മുടെ നാട്ടുകാരും നമ്മളെ നോക്കി പറയണം, ഓ എങ്ങനെ അന്ധകാരത്തിൽ കഴിഞ്ഞ മനുഷ്യരാ, ആ മക്കളിലൂടെ ആ വീട് രക്ഷപ്പെട്ടല്ലോ. ആമേൻ. ഹല്ലേലൂയ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ പ്രകാശം കണ്ടുവെന്ന് ഈ വചനത്തിൽ പറഞ്ഞ പോലെ പലരും നമ്മളെ നോക്കി പറയുന്നതാ നമ്മുടെ സാക്ഷ്യം. ഹല്ലേലൂയ. ആമേൻ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം പലരും പറയും എപ്പോഴും പ്രാർത്ഥനയായിട്ട്, എങ്ങോട്ടാ ബാഗും തൂക്കി, എങ്ങോട്ടാ പള്ളിയിലോ, ബാഗും തൂക്കി ധ്യാനത്തിന് പോവുകയാണോ? ബാഗും തൂക്കി പള്ളിയിൽ പോകുന്നവനൊക്കെ പല പഴിയും കുറ്റമൊക്കെ കേൾക്കും. കൂടെയുള്ളവരും കുടുംബക്കാരൊക്കെ ചിലപ്പോൾ ചിരിക്കും. പക്ഷേ ഇന്ന് ഇരുട്ടാണേലും
നാളെ ഒരു വെളിച്ചം നീ കാണും. ആമേൻ. വിശ്വസിക്കുന്നു കർത്താവേ. 2025 കേൾക്കുന്ന വചനമായത്. 2024 വരെ എങ്ങനെ ആകട്ടെ, പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് ഒരുപാട് പേരുണ്ട്. എനിക്കറിയാം, പൊട്ടിക്കരയുന്നവരുണ്ട്. ഈ മണ്ണിൽ ചവിട്ടിയിട്ട് ഒന്നും തന്നെ പൊട്ടിക്കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ അവരിവിടെ വന്നപ്പോൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു അനുഭവം കിട്ടിയോണ്ടായിരിക്കും പൊട്ടിക്കരയുന്നവർ. അനുദപിച്ച് കുമ്പസാരിച്ചവരുണ്ട്, മനുഷ്യരോട് ക്ഷമ ചോദിച്ചവരുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരോട് ക്ഷമ ചോദിച്ചവരുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഏത് ഇരുട്ടിക്കിടക്കുന്ന വീടാണേലും, ആമേൻ. ഏത് അന്ധകാരത്തിലാണേലും, ഇരുട്ടിനെ നോക്കി പലരും പറയും അത് ഒരു പോക്ക് കുടുംബമാണ്, അതൊന്നും കൊള്ളത്തില്ല, പുള്ളിയുടെ ഫാദറൊക്കെ കള്ളുകുടിയനാണ്, പുള്ളിയുടെ വീട്ടുകാർക്കൊന്നും ഒരു പേരില്ല, അവരൊക്കെ ഒരു പോക്ക് കുടുംബമാണ് എന്ന് പറഞ്ഞാലും എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. എൻ്റെ വീട്ടിലാ ദൈവ സന്ദർശനം നടത്തുന്നത്. മനുഷ്യര് പലരും നമ്മുടെ വീട്ടിൽ പോലും വരത്തില്ല. അങ്ങോട്ട് വണ്ടി പോകത്തില്ല, കാറ് പോകത്തില്ല, ബൈക്ക് പോകത്തില്ല, സൗകര്യമില്ല, കിടക്കാൻ കട്ടിലില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഇരിക്കാൻ കസേരയില്ലെന്ന് പറഞ്ഞ് പലരും വരത്തില്ല. പക്ഷേ ഇരിക്കാൻ കസേരയുണ്ടോ നോക്കിയിട്ടല്ല ദൈവം വരുന്നത്. നിനക്ക് മനസ്സുണ്ടോ? ദൈവം നിന്റെ ജീവിതത്തിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. കർത്താവേ, ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ അനുഗ്രഹം പല വിധത്തിലാ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഈ വചന സത്യമല്ലേ? അവിടെ ആദ്യത്തെ അത്ഭുതം ചെയ്ത് ഇന്നും ആ ബൈബിൾ എഴുതിയിട്ടുണ്ട്. യേശു ആദ്യത്തെ അത്ഭുതം ആ വീട്ടിൽ ചെയ്തു എന്ന്. ആ വീട്ടിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് പോലും അറിയത്തില്ല. നിന്റെ വീട്ടിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരാളായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അത് മതി കുഞ്ഞെ, ആ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ ആ ഒറ്റ പ്രാർത്ഥന മതി. ആ പ്രാർത്ഥന ഇഷ്ടമില്ലാത്ത എല്ലാവരെയും കൂടി വഴക്കുണ്ടാക്കി ഉള്ള പ്രാർത്ഥനയും കൂടെ കളയണ്ട. ഇഷ്ടമുള്ളവർ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരെയും കൂടെ നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി ഇരിക്കുക, പ്രാർത്ഥിക്കുക, ബഹളം വെച്ച് എല്ലാവരും പല്ലും കടിച്ച് മുഖം വീർപ്പിച്ച് പ്രാർത്ഥിച്ച ഗുണമില്ല. ദൈവമേ എന്ന് ഒരു മിനിറ്റ് ആത്മാർത്ഥതയോടെ വിളിക്കാൻ കഴിഞ്ഞാൽ മതി. ആ സമയം എൻ്റെ വിടുതലാണ്. ഈ ഗലീലിലെ കാനായില യേശു അത്ഭുതം ചെയ്തെങ്കിൽ, ഈ ഇരുട്ടുള്ള സ്ഥലത്ത് അത്ഭുതം ചെയ്തെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. കരയല്ലേ എന്നൊരു പാട്ടില്ലേ, എന്താ കണ്ണീര് വീണാലും, അതല്ലാതെ വേറൊരു പാട്ട് ജോണ് പാടുമായിരുന്നു, സാരമില്ല. അതൊന്നും നിങ്ങളോട് പാടാൻ ആഗ്രഹമുണ്ട്. ഒരു നിമിഷം നിങ്ങൾ കേൾക്കണം കേട്ടോ. ഇത് ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. ചുമ്മാ ഒരു പ്രഘോഷണമല്ല. ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് പറയുവാണ്. നമുക്ക് ചിലപ്പോൾ നമ്മളോട് പലരും പറഞ്ഞു തന്നാ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല, നീ എവിടെ എത്തത്തില്ല, നീ രക്ഷപ്പെടത്തില്ലെന്ന. ഈ സ്ഥലമില്ലേ, ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രം, ഈ സ്ഥലം, ഇതും ഒരു ഗലീലിയ. ഇപ്പൊ കുർബാന ചൊല്ലി അച്ഛനില്ലേ, കുർബാന ചൊല്ലി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോബി ഇടമുറിയിലെ അച്ഛൻ എന്നെ പഠിപ്പിച്ച പ്രൊഫസറാണ്. വലിയ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്, ഒരുപാട് അറിവും ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ അച്ഛൻ അറിയാം ഈ സംഭവങ്ങളൊക്കെ. ഒരു കാലത്ത് ഇവിടെ ആരും പ്രാർത്ഥിക്കാൻ പോലും വരത്തില്ലായിരുന്നു. ഇവിടെ ഒരാളും പ്രാർത്ഥിക്കാൻ പോലും വരത്തില്ലായിരുന്നു എന്ന്. ഞാൻ ഒരാളോട് ചോദിച്ചു, ബ്രദർ ഒരു 5 മിനിറ്റ് വചനം പറയാമോ? ഇല്ല അച്ഛാ, ഞാൻ പോവാന്ന്. ഇന്ന് കൊച്ചിയിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ പ്രസംഗിച്ചു. ഒത്തിരി സ്വാഗതം ചെയ്യാണ്. നമ്മളുടെ DGP ആയിരുന്ന സിബി മാത്യു സാറാണ് ഇവിടെ ഉള്ളത്. സാറെ പ്രത്യേകവും നന്ദിയോടെ ഓർക്കുന്നു. സാറിൻ്റെ കുടുംബമാണ്. ഒത്തിരി നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു, ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. ഒരുപാട് വലിയ കേസുകളും പോലീസിൻ്റെ തലപ്പത്ത്, കേരളത്തെ പോലീസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന DGP ആയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹമാണ് അത്രയും ഉയർന്ന സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. ഇന്ന് നമ്മുടെ ഈ കുഞ്ഞു സ്ഥലത്ത്, ഈ സ്ഥലത്ത് നമ്മൾ പറയില്ലേ, പാവപ്പെട്ടവരും കൂലിപ്പണിക്കാരും മാത്രമേ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. അല്ല, ജില്ലാ ജഡ്ജിമാർ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, RTOമാർ. ഈ കുഞ്ഞു സ്ഥലത്ത് നമുക്ക് അത്ഭുതം തോന്നും. ഈ സിബി മാത്യു സാർ ഇരുന്ന അതേ കസേരയിൽ ഇരുന്ന ഒരുപാട് വലിയ മനുഷ്യരുണ്ട്. ഞാൻ അത്ഭുതത്തോടെയാണ് കാണുന്നത്. ഗലീലിയിൽ അത്ഭുതം നടക്കുന്നതിൻ്റെ തെളിവാണ് സിബി മാത്യു സാറിനെ പോലെ ഒരാൾ അത്ഭുതം വരുന്നതിൻ്റെ. ഒന്നുമില്ലാതെ ആരും വരത്തില്ല, ഒന്നുമില്ലാതെ ആരും വരില്ല. ഒരനുഗ്രഹം ഉണ്ടെങ്കിലേ തേടി പിടിച്ച് അവിടെ വരത്തുള്ളൂ. വിശ്വസിക്കും, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അപ്പൊ പല സ്ഥലത്തും നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. ഇരുട്ടിലായി പോകും. നമ്മൾ ഇരുട്ടിലായി പോകും.
എൻ്റെ ഭാവിയൊക്കെ അവസാനിച്ചു നമുക്ക് തോന്നും, സ്വയം തോന്നും എല്ലാം നഷ്ടമായി. ഇനി ഒരു നല്ല ഞാനിവിടെ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്, ഇനി ഈ ധ്യാന കേന്ദ്രത്തിൽ ആരും വരത്തില്ല. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയൊന്നും ആരും വരികയില്ല, ഇതെല്ലാം തീർന്നു. ഈ കസേരയൊക്കെ ഇനി എന്നാ ചെയ്യും? ഈ കുറേ കസേരയുണ്ട്, ഈ കസേര ഇനി വാടക സ്റ്റോറുകാർക്ക് കൊടുക്കേണ്ടി വരുമോ? ഇത് എന്ത് ചെയ്യും? ഈ കസേരയൊക്കെ വെറുതെ ഇങ്ങനെ അടുക്കി വെച്ച് ഈ മഞ്ഞും വീണ് തണുപ്പത്തിരുന്ന് അതിൻ്റെ കളറെല്ലാം പോവും. ഇന്ന് കസേര ഇല്ല ഇരിക്കാൻ. കുറേ കസേര വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയൊക്കെ ഇരിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലത്ത്, ആ ഗലീലിയിലെ കാനായില ഏറ്റവും വലിയ ആദ്യത്തെ അത്ഭുതം നടന്നു. ഇന്ന് പ്രിയരെ, ഇന്ന് നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരും വലിയ ഭക്തരൊന്നും ആകണമെന്നില്ല എല്ലാവരും. എനിക്കറിയാം ചിലരൊന്നും പള്ളിയിൽ പോകാത്തവരാണ്. പക്ഷെ അവരിവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നീട് അവർ ദൈവത്തെ അറിഞ്ഞു കയറി വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും വലിയ വെളിച്ചം, വലിയ പ്രകാശം ഉണ്ടാകുന്നത്. എന്താ വചനം എന്നറിയാമോ? എന്താ വചനം? അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ വെളിച്ചം കണ്ടു. ആ കണ്ണുകളും അടച്ച് ഈ പാട്ടിന്റെ വരികളോട് ചേർത്തൊന്ന് പറയുവാണ്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അമ്മമാർ, അപ്പച്ചന്മാർ, വലിയ പദവിയിലുള്ളവർ എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം യോഗ്യതയോ പുണ്യമോ ഒന്നും എനിക്കില്ല. ഞാനും മണ്ണും ചെളിയുമായ ഒരു സാധാരണ പച്ചയായ മനുഷ്യനാണ്. ദേഷ്യം തോന്നുമ്പോൾ ദേഷ്യം, പൊട്ടിത്തെറിക്കാൻ തോന്നുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു, പാഴ്വാക്കുകൾ പറഞ്ഞിട്ടുള്ള ഒരു സാധാരണ ഒരു പൊട്ട മനുഷ്യനാണ്. പക്ഷെ എന്നെ പോലും ദൈവം ഇത്രയും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദിവസത്തേക്കാണെ പോലും നിയോഗിച്ചല്ലോ. ഞാൻ അതിനെ കാണുന്നത് ഒരു അത്ഭുതമായിട്ടാണ്, ഒരു അത്ഭുതമായിട്ടാണ്. ഒരു വലിയ വീട്ടിലോ വലിയ പട്ടണത്തിലോ വലിയ സംവിധാനത്തിലോ ഒന്നും കണ്ണും കേട്ട് വന്നതല്ല. പല അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും താഴ്ത്തപ്പെടലുകളും തള്ളപ്പെടലുകളും ഒക്കെ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പലരും വളരെ വളരെ വേദനിപ്പിച്ച സമയമുണ്ട്. പക്ഷേ നൂൽപാലത്തിലൂടെ ആയാലും ആ പൊട്ടിപ്പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പാടുന്നത്. മനോഹരമായി പാടാൻ കഴിവുള്ള ജോൺ പാടുവാണ്. കണ്ണുകൾ അടച്ചു പാടാമോ? സാരമില്ല സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ. എല്ലാവരും ഒന്ന് പാടിക്കേ. സാരമില്ല സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ. സാരമില്ല സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ. ഇത് എന്നോട് ദൈവം പറയുന്നതായിട്ടൊന്ന് പാടാമോ? ഇത് എന്നോട് ദൈവം പറയുവാ. ഇന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ 4 വശത്തും ഉണ്ട്. സത്യമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷെ ദൈവം പാട്ടിലൂടെ പറയുന്നത് പോലെ കേട്ടെ, സാരമില്ല കുഞ്ഞെ, ഈ സങ്കടങ്ങൾ ദൈവം നിനക്ക് അനുകൂലമാ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയട്ടെ, നിന്റെ അകത്ത് ദൈവമുണ്ട്. അതാ നീ ഇവിടെ കയറി വന്നത്. നിന്നെ നയിക്കുന്നത് പിശാചായിരുന്നെങ്കിൽ ഒരിക്കലും നീ ഈ മണ്ണിൽ കാല് ചവിട്ടില്ലായിരുന്നു. നിന്നെ നയിക്കുന്നത് ദൈവമാണ്. ഒരു കടുകോളമെങ്കിലും ദൈവ സാന്നിധ്യത്തിന്റെ വെളിച്ചം നിന്റെ അകത്തുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, സാരമില്ല സങ്കടങ്ങൾ മാറിപ്പോകും. പറഞ്ഞു മാറിപ്പോകും വേദനകൾ. എല്ലാവരും വിശ്വസിച്ചൊന്ന് പറഞ്ഞ്, സാരമില്ല സങ്കടങ്ങൾ മാറിപ്പോകും വേദന. ഒന്നും കൂടെ, ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ്, സാരമില്ല സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ. ആമേൻ. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാ, പണത്തേക്കാൾ പ്രധാനമാ അനുഗ്രഹം. ആമേൻ. എന്താ വേണ്ടത്? അനുഗ്രഹം. അനുഗ്രഹം തരാൻ കഴിവുള്ള ഒരാളെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരാൾ മരത്തിൻ്റെ മുകളിലായിരിക്കുന്നതിലും നമുക്ക് മരം കയറാൻ അറിയത്തില്ലെങ്കിലും നമ്മൾ കയറിപ്പോവും.
ഒരാളോട് ഞാൻ ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്? ഞാൻ അങ്ങ് ഇടുക്കി അപ്പുറത്താണ് വരുന്നത്, ഒരുപാട് അപ്പുറത്തെ അറ്റത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആകെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. ഈ ഒരു വാക്ക് കേൾക്കാനാണ് ഞാൻ വന്നതെന്ന്. ഈ ഒരു വാക്ക് കേൾക്കാനാണോ ഇത്രയും പൈസ വണ്ടിക്കൂലി മുടക്കിയത്? ഈ ഒരു വാക്ക് കേൾക്കാനാണോ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കൽപ്പറ്റയിലെ ബത്തേരി ഇറങ്ങി ഇങ്ങോട്ട് വന്നത്? ഒറ്റ ബസ്സുണ്ട്, ഇത്രയും ദൂരെ വന്നതോ? ഞാൻ ചിന്തിച്ചു, ദൈവത്തിൽ നിൽക്കുന്നവന് വേറൊരാൾക്ക് കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം അവൻ്റെ കയ്യിലുണ്ട്. ആമേൻ. നമ്മുടെ കയ്യിലുണ്ട്. ചില ആളുകളെ അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹം ദൈവം നമ്മളിൽ ആരുടെയൊക്കെയോ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മളിപ്പോൾ എൻ്റെ കയ്യിൽ അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ മൈക്കിലൂടെ പ്രസംഗിക്കുമ്പോഴല്ല എൻ്റെ കയ്യിൽ അനുഗ്രഹം ആകുന്നത്, അത് വേറൊരാൾക്ക് പിടികിട്ടും. നമ്മൾ സാധാരണ നിന്നാൽ അവർ പറയും, ഫാദർ ഒന്നാ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമോ? ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കൂ ഫാദർ. എവിടുന്നാണ് വരുന്നത്? ഞാൻ ഡോക്ടറാണ്. അയ്യോ ഡോക്ടറോ? ഞാൻ അത്രയും വിദ്യാഭ്യാസമില്ല, പിന്നെ എന്തിനാ എൻ്റെ കൈവപ്പ്? ദൈവത്തിൽ നിൽക്കുന്നവന് ഡോക്ടറാണേലും ഏത് പദവി അവന് കൊടുക്കാനുള്ള അനുഗ്രഹം ദൈവം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ ആത്മാവിൽ അതറിയാൻ പറ്റും. ഇത് പഴയ ബൈബിളിലുണ്ട്. അനുഗ്രഹത്തിന് ഭയങ്കര വിലയുണ്ട്. അത് ആരുമാകട്ടെ മനസ്സറിഞ്ഞാണോ അവനെ തൊട്ട് അനുഗ്രഹിക്കുന്നത്, അത് അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. വിശ്വസിക്കുന്നോ നിങ്ങൾ? എത്ര വയസ്സായാലും അത് അവിടെ കിടക്കും, ആ അനുഗ്രഹം. ഞാൻ ബൈബിളിൽ ഒരു വാക്യം വായിക്കാം. ജോഷുവയുടെ പുസ്തകം 14-ാം അധ്യായം 10 മുതലുള്ള വാക്യമാണ്. ഇത് ശ്രദ്ധിക്കണം, ഈ വാക്യം നിങ്ങൾ വായിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഈ വാക്യങ്ങളൊന്നും. ഇത് വളരെ സസൂക്ഷ്മം പരിശോധിച്ചാലേ ഈ വാക്കുകളും വചനങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ പെടത്തുള്ളൂ. ജോഷുവയുടെ പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. ജോഷുവ പറയുക, ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത്. എവിടെ സഞ്ചരിച്ച കാലത്ത്? മരുഭൂമി. നല്ല AC റൂമിൽ ജീവിച്ച കാലത്തൊന്നല്ല, മരുഭൂമി. ഇതുപോലെ സഞ്ചരിക്കുന്ന ഒരു കാലം നമുക്കൊക്കെ വരും. എല്ലാവരും ഒറ്റപ്പെട്ട ചൂടുള്ള സ്ഥലമാണ് മരുഭൂമി. ബൈബിൾ പറയുവാണ്, ജോഷുവ പറയുവാണ്, ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോട് ഇക്കാര്യം സംസാരിച്ചത് മുതൽ 45 സംവത്സരങ്ങൾ അവിടുന്ന് എന്നെ ജീവിക്കാൻ അനുവദിച്ചു. എത്ര വർഷം? 45 വർഷം. സംവത്സരങ്ങൾ 45-ലധികം വർഷങ്ങൾ. ഇനി എങ്ങനെ ജീവിച്ചു എന്ന് കേട്ടോണം. അപ്പോൾ എനിക്ക് 85 വയസ്സായി. 85 വയസ്സുള്ള ഒരാളാ പറയുന്നത്. എത്ര വയസ്സാ? 80 വയസ്സ്. 85 വയസ്സുള്ള ഒരാൾ 45 വർഷം മുമ്പുള്ളൊരു കാര്യം പറയുവാണ്. എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തെ കുറിച്ച് പറയുക. ഇസ്രായേൽക്കാർ മരുഭൂമി സഞ്ചരിച്ച കാലത്ത്, അന്ന് എനിക്ക് ഇത്ര വയസ്സായിരുന്നു, ഇപ്പൊ എനിക്ക് 85 വയസ്സുണ്ട്. പക്ഷെ അനുഗ്രഹം കിട്ടിയിട്ടോ? മോശ എന്നെ അയച്ചപ്പോൾ, മോശ ജോഷുവയെ അയച്ചപ്പോൾ, അനുഗ്രഹിച്ചയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട്. 45 വർഷം മുമ്പ് കിട്ടിയ അനുഗ്രഹം 85-ാം വയസ്സിൽ എനിക്കുണ്ടെന്ന് ജോഷുവ പറയുക. എത്ര വർഷം മുമ്പ് അനുഗ്രഹിച്ചത്? 45 വർഷം മുമ്പ്. ജോഷുവ പറയുക, ഞാൻ മരുഭൂമിയിലൂടെ നടന്ന കാലത്ത് മോശ 45 വർഷം മുമ്പ് എന്നെ അനുഗ്രഹിച്ചയച്ച അതേ ശക്തി ഇന്നും എനിക്കുണ്ട്. 45 വർഷം കഴിഞ്ഞിട്ടും എനിക്കുണ്ട്. അനുഗ്രഹയിൽ ഇന്ന് ആദ്യം വന്ന ഒരാളായിരിക്കാം. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹം 10 വർഷം കഴിഞ്ഞും 20 വർഷം കഴിഞ്ഞും 50 വർഷം കഴിഞ്ഞും 45 വർഷം കഴിഞ്ഞും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അതേ ശക്തി എനിക്ക് ഉണ്ട്. യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട്. യുദ്ധം ചെയ്യാൻ 85 വയസ്സുള്ള എനിക്ക് ഇന്നും യുദ്ധം ചെയ്യാൻ ശക്തി ഉണ്ടെന്ന്. അന്ന് കിട്ടിയ അനുഗ്രഹത്തിന്റെ ശക്തി ഈ 85-ാം വയസ്സിലും എനിക്കുണ്ടെന്ന് ജോഷുവ പറയുക. നിനക്ക് കിട്ടിയ അനുഗ്രഹം ഉണ്ടല്ലോ, അത് പോകുന്ന ഒന്നല്ല. അത് അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞാലേ അത് നഷ്ടപ്പെടുകയുള്ളൂ. അല്ല, ലഭിച്ച അനുഗ്രഹത്തെ സൂക്ഷിക്കുന്നവരാണോ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്നെ അനുഗ്രഹിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അത് നടക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ എൻ്റെ വർഷങ്ങൾ പഴയ ഒരു കാലം ഞാൻ ഓർക്കുന്നു. അന്ന് ഒരു സാധാരണ നിക്കറൊക്കെ ഇട്ട് ജീവിക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വാഹനത്തിന് കൈ കാണിച്ചു. അതൊരു മഹേന്ദ്രയുടെ ജീപ്പാണ്, ഒരു ജീപ്പ്. അപ്പോൾ അത് അവർ പൊന്നുപോലെ നോക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇനി ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെയാണല്ലോ, വണ്ടി ഇല്ലാത്തപ്പം ഏതെങ്കിലും ഒരു വണ്ടി വരുമ്പോൾ കൈ കാണിക്കും. വണ്ടി കാണിച്ചപ്പോൾ എന്തായാലും വണ്ടി നിർത്തിയപ്പോൾ ആ വണ്ടി ഓടിക്കുന്ന വണ്ടിയുടെ ഉടമസ്ഥൻ പറഞ്ഞു കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ചട്ടയും മുണ്ട് കൊടുത്ത ഒരു അമ്മ ആ ജീപ്പിൻ്റെ പുറകുവശത്തുണ്ട്.
അപ്പോൾ ആ വണ്ടി ഓടിച്ച ആൾ ഈ അമ്മ പറഞ്ഞിട്ട് ആ പിള്ളേർ കൈ കാണിക്കും, നിർത്തറാ വണ്ടി നിർത്തറാന്ന് പറഞ്ഞിട്ട് കണ്ടാൽ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എന്തായാലും വണ്ടിയെ കയറാൻ നേരത്ത് ആ വണ്ടി ഓടിക്കുന്ന ആൾ പറയുക, വണ്ടിയിലൊക്കെ ചെളിയാവുമെന്ന്. അതായത് നമ്മുടെ കാലയിലൊക്കെ ചെളിയാണ്, ഇവരെല്ലാം കയറിയ വണ്ടിയെ ചെളി പറ്റും. അപ്പോൾ ഞാൻ ഇരുന്നതും ഈ ചട്ടയും മുണ്ടും ഉടുത്ത ആ അമ്മയൊക്കെ മരിച്ചുപോയി, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ആ അമ്മയുടെ മുഖം എനിക്ക് ഏകദേശം ഒരു പ്രത്യേക രീതിയിൽ ഓർക്കാം. ആ അമ്മയുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ അമ്മ ഇങ്ങനെ കൈവച്ചിട്ട് ആ ജീപ്പേ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതെൻ്റെ മനസ്സിൽ ഇന്ന് ഈ 39-40 വയസ്സായപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നാ പറഞ്ഞെന്നറിയാം, ഇങ്ങനെയാ പറഞ്ഞത്, നാളെ ഇവൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരികയില്ലെന്ന് ആര് കണ്ടു? ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഓർത്തു, ദൈവമേ, ഇന്ന് ഞാൻ ഓർക്കും അത്. ഒരു വാഹനത്തിൽ കയറ്റുമ്പോൾ ആ വാഹനത്തെ ചെളി പറ്റുമെന്ന് പറഞ്ഞപ്പോൾ വണ്ടിയിലിരുന്നൊരു പ്രായമായ ഒരു അമ്മ തലയിൽ കൈവച്ചിട്ട് പറയുക, നാളെ ഇവൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരികയില്ലെന്ന് ആര്? അതിനൊന്നും ആരും മറുപടി പറഞ്ഞില്ലെങ്കിലും ആ വാക്ക് ഇന്ന് ഈ പ്രായമായിട്ടും എൻ്റെ മനസ്സിലുണ്ട്. ഈ പ്രായത്തിലും എൻ്റെ മനസ്സിലുണ്ട്. ഒരമ്മയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ് ഇന്ന് പലരുടെയും മുമ്പിൽ നിൽക്കാൻ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. അത് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു പുരോഹിതനാകാം, അല്ല ദൈവത്തിൽ നിൽക്കുന്ന ഒരു നല്ല ഒരു മനുഷ്യനാകാം. ആ വ്യക്തി നിങ്ങളെ തലയെ തൊട്ട് പറയുക, ഇന്നതുപോലെ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അത് അച്ചട്ടാണ്, അത് നമ്മുടെ കിടക്കും. അത് ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞായിരിക്കും, 10 വർഷം കഴിഞ്ഞായിരിക്കും, അത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ ഇത് കുറേ 10 രൂപ നോട്ടാണ് ഇന്ന് എല്ലാവർക്കും ഇത് കൊടുക്കുമ്പോഴേ ഞാൻ ഈ അനുഗ്രഹത്തിൻ്റെ വില അറിഞ്ഞ പിന്നെ ഇവിടെ ആരുടെയൊക്കെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരെ അനുഗ്രഹിക്കണേന്നാ മനസ്സറിഞ്ഞ് പറഞ്ഞു. അസൂയില്ലാതെ ഞാൻ പറഞ്ഞത്, സ്വാർത്ഥതയില്ലാതെ ഞാൻ പറഞ്ഞു. എന്നേക്കാൾ ആ പുള്ളി അനുഗ്രഹിക്കപ്പെടുവോ എന്നോർത്തല്ല, ഭയപ്പെട്ടിട്ടല്ല, മനസ്സറിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഈ വ്യക്തി മുഖം നോക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ലഭിച്ച ഒരു നിയോഗം അതാണ്, നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. ആമേൻ. അങ്ങനെ അവരും അനുഗ്രഹമായിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ 5 ലക്ഷം രൂപ ശപിച്ച് തരുവാന്നിരിക്കട്ടെ, ശപിക്കുക, ഇതുകൊണ്ട് നീ ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു 5 ലക്ഷം രൂപ തന്നാൽ നമുക്കത് ഗുണത്തെ കൊള്ളിക്കാൻ പറ്റത്തില്ല. 5 ലക്ഷം രൂപയുണ്ടെങ്കിലും അത് പല വഴിക്ക് പോവും. എന്നാൽ ഒരു 5 രൂപ വേഴ്സിൽ നിന്ന് എടുത്തിട്ട് പറയുക, മോനെ ഇതേ ഉള്ളൂ, ഒരു ചായ കുടിക്കാൻ പോലും ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നീ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, നീ ഇതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ. ആ 5 രൂപ മതി ഞാൻ രക്ഷപ്പെടാൻ. വിശ്വസിക്കുന്നോ? യേശു 5000 പേർക്ക് അപ്പം കൊടുക്കാൻ എത്ര അപ്പം എടുത്തുള്ളൂ? 5 കൊണ്ട് എന്നാ തികയാനാന്ന് പലരും ചിന്തിച്ചു കാണും. 5 കൊണ്ടൊന്നും നടക്കത്തില്ല കർത്താവ്, ഇവിടെ 5000 പേരിരിപ്പുണ്ട്, എല്ലാം 5000 പുരുഷന്മാരുണ്ട്, എല്ലാവരും നല്ല ചാപ്പാട് കഴിക്കുന്ന ആൾക്കാരാണ്. ഈ 5 അപ്പം കൊണ്ട് എന്നാ ആകാനാണ്? 5 മതി ഇഷ്ടം പോലെ ഉണ്ടാകാൻ. ദൈവാനുഗ്രഹമുള്ള 10 രൂപ മതി. ദൈവാനുഗ്രഹമുള്ള ഈ കുഞ്ഞ് 10 രൂപ ചായ പോലും കിട്ടത്തില്ല, ഒരു ചായക്ക് 12 രൂപയാ. പക്ഷെ ദൈവാനുഗ്രഹമുള്ളൊരു 10 രൂപ അതെനിക്ക് ഒരിക്കലും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. ആമേൻ. അതാ നമ്മളിന്ന് പ്രാർത്ഥിക്കുവാണ്. നമ്മൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ അനുഗ്രഹിക്കുന്നതിനെ ഞാനും അനുഗ്രഹിക്കും. അത്രയും കഴിഞ്ഞില്ല, അടുത്തെന്നറിയോ? അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പേരാണ് ഈ പാത്രത്തിൽ മുഴുവൻ ഉള്ളത്. കുഞ്ഞുങ്ങളുടെ പേര് നേഴ്സിംഗ് പഠിക്കുന്നവരുണ്ട്, പല പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവരുണ്ട്. എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ അൾത്താരയായത്, നിയോഗ പ്രാർത്ഥനയുടെ അൾത്താരയായത്. എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ വചനം കേൾക്കുന്ന ഒരു അൾത്താര, ഒരു പരിശുദ്ധമായ സ്ഥലം, ഒരു പുണ്യഭൂമിയാണിത്. അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും ഈ സ്ഥലം അറിയാം, കുറേ പേർക്ക്. കാനഡയിലുള്ളവർക്കും അറിയാം, UK യിലുള്ളവർക്കും അറിയാം, ഓസ്ട്രേലിയയിലുള്ളവർക്കും അറിയാം. ഈ സ്ഥലം കണ്ടിട്ടുണ്ട്, ഇതേ മൈക്കും ഇതേ വയറും എല്ലാം കണ്ടിട്ടുണ്ട്, ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങളിലേലും ഈ സ്ഥലത്തു നിന്ന് അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. എത്ര പേരായി എന്നെ കാണാൻ ഞങ്ങൾ സാക്ഷ്യം പറയാനാ വന്നതെന്ന് പറഞ്ഞത് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇനി ഈ വർഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്, നിറയുന്നത് മാറ്റിവെക്കാൻ ഭാഗ്യമുണ്ടാകുന്നു. നിറയുന്നത് പണമല്ല പ്രശ്നം, പണമുണ്ടാകുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന മനോഭാവമാണ് പലപ്പോഴും പ്രശ്നം.
ഒരിക്കലും ഓർത്തോണം, ഒരിക്കലും പണം ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കരുത്. ആമേൻ. ഞാൻ വലിയ പുള്ളിയാണ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള് എന്ന് ചിന്തിക്കരുത്. ഇതെനിക്ക് ദൈവം തന്നോണ്ടാന്ന് ചിന്തിക്കണം. ആമേൻ. പേഴ്സ് തുറന്ന് നോക്കിക്കേ, എത്ര രൂപയുണ്ടെന്ന് നോക്കുമ്പോൾ ഒരു 10 രൂപ അതിനകത്ത് ഇരിപ്പുണ്ടോ? ഞാൻ എപ്പോഴും ഓർക്കും, ആ 10 രൂപ ദൈവം എനിക്ക് തന്നോണ്ടാ പേഴ്സിനകത്ത് ഇരിക്കുന്നത്. ആ 10 രൂപ എനിക്ക് ദൈവം തന്നതാ. ആ 10 രൂപ എനിക്ക് ദൈവം തന്നതാ ഞാൻ വിശ്വസിക്കുന്നത്. പണം ഇഷ്ടം പോലെ ഉണ്ടാകട്ടെ, പക്ഷെ പണം ഉണ്ടാകുന്നതനുസരിച്ച് മനോഭാവം മാറരുത്. ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ കൊമ്പത്തെ ആളാന്ന് പറഞ്ഞ് നടക്കല്ല്. ദൈവമാണ് എനിക്ക് തന്നത്, ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചത്, ഈ സാലറി ദൈവമാണ് എനിക്ക് തന്നത്, ഈ പണം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നോണ്ടാ, ഇതൊക്കെ ദൈവം അനുഗ്രഹിച്ച് തന്നോണ്ടാ എൻ്റെ കയ്യിലുള്ളത്. എല്ലാ പൈസയും നമുക്ക് വേണ്ട, എല്ലാ പൈസയും നമുക്കുള്ളതല്ല. നമുക്കുള്ളത് മതി. നമുക്ക് അറിയാവോ, ലോകത്തിലുള്ള എല്ലാ പൈസയും നമുക്കുള്ളതല്ല, ലോകത്തിലുള്ള എല്ലാ പണവും നമുക്കുള്ളതല്ല. അതിൽ കുറച്ചേ നമുക്കുള്ളതുള്ളൂ, അത് മതി. പിടിച്ചു പറിച്ചതോ അത്യാഗ്രഹത്തോടെ വലിച്ചു പറിച്ച് കണ്ണുനീരോടെ മേടിച്ചോ ഒന്നും വേണ്ട. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്കുള്ളത് എനിക്ക് മതി. എനിക്കുള്ള വ്യക്തികൾ, ദൈവം എനിക്ക് തന്ന മനുഷ്യർ എനിക്ക് മതി, ദൈവം തന്ന ബന്ധങ്ങൾ എനിക്ക് മതി, ദൈവം തന്ന സമ്പത്ത് എനിക്ക് മതി, ദൈവം തന്ന വസ്ത്രം മതി, ദൈവം തന്ന ശുശ്രൂഷ മതി. എനിക്ക് ആർത്തിയോടെ ഒന്നും വേണ്ട. അവരെ പേടിപ്പിച്ചും വിഷമിപ്പിച്ചും കണ്ണുനീരോടെ പിടിച്ചു മേടിച്ചും ഒന്നും എനിക്ക് വേണ്ട. ദൈവം അറിഞ്ഞു നൽകുന്നത് മാത്രം. അത് 1 രൂപയായാലും എനിക്ക് മതി, സൈക്കിളായാലും അത് മതി, ഇനി ചെറിയൊരു ഒരു ബാഗ് ആണെങ്കിലും അതെനിക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നത് മതി. അല്ലാതെ ഒന്നും ഒരു രൂപയും എനിക്ക് വേണ്ട. അതെന്നും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഒരിക്കലും മറക്കരുത്. ജോഷുവ പറയുക, മോശയുടെ നിന്ന് കിട്ടിയ അനുഗ്രഹം 45 വർഷമായിട്ടും എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് എനിക്ക് 85 വയസ്സായി, ഇന്നും എനിക്ക് ശക്തിയുണ്ട്, അതേ ശക്തി ഉണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കട്ടെ എല്ലാവർക്കും വേണ്ടി. ഒന്ന് കണ്ണുകളെ അടയ്ക്ക്. എന്താ ആദ്യം കേട്ട വചനം? യേശു കാനായിലെ കുടുംബത്തിൽ, ഗലീലിയിലെ കാനായിൽ അത്ഭുതം ചെയ്തു എന്ന്. ഏത് ഗലീലി? അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം, മരണത്തിൻ്റെ നിഴലിലിരുന്ന ജനം. അവിടെയാ വലിയ വെളിച്ചം ഉണ്ടായത്, അവിടെയാ വലിയ വെളിച്ചം ഉണ്ടായത്. പ്രിയരെ, ഞാനും നിങ്ങളും ഒരുപക്ഷെ ഇന്നലെ വരെ പാപികളായിരിക്കാം, ഇന്നലെ വരെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരാളായിരിക്കാം. എനിക്ക് വിശ്വാസമൊന്നും വലിയ കാര്യമായിട്ടില്ല, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സാരമില്ല കുഞ്ഞെ, ഇന്ന് നീ നിൽക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാണ്. ഇന്ന് നീ ഒരു നിമിഷം, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് അത്രയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. മതി, നിനക്കുള്ളത് പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് പറ്റും പോലെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പുറത്തിരിക്കുന്ന ആൾ കൈ മുഴുവനായി ഉയർത്തുന്നു, എനിക്ക് അത്രയും പറ്റുന്നില്ല. നിനക്ക് പറ്റുന്ന പോലെ മതി. എനിക്ക് അത്രയും പാടാൻ പറ്റുന്നില്ല, സാരമില്ല, പറ്റുന്ന പോലെ മതി. പറ്റുന്ന, ഇനി ഒന്നുമില്ല, എനിക്ക് കരങ്ങൾ വെച്ച് ഉള്ളി പ്രാർത്ഥിക്കണമെന്ന്, അത് മതി. നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചം കാണും, വലിയ വെളിച്ചം കാണും. നമ്മൾ കൈയടിച്ചൊരു പാട്ടൊക്കെ പാടി ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം എല്ലാവരും ആ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എവിടെയാണോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയത്, എവിടെയാണോ നിങ്ങൾ ഭയക്കുന്നത്, എവിടെയാണോ നിങ്ങൾ പേടിക്കുന്നത്, ജീവനുള്ള ഒരു ദൈവം കുഞ്ഞെ എൻ്റെ കൂടെ ഉണ്ട്. ജീവനുള്ള ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അത് വിശ്വസിച്ച് ഇസ്രായേൽക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി ഫറവോ വെല്ലുവിളിയായിരുന്നു. എന്തെല്ലാം പണികൾ നടത്തി, വല്ലതും വിജയിച്ചോ? ഇസ്രായേൽക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി ചെങ്കടലിനകത്ത് അവർ നടന്നു പോകുമ്പോൾ അവരുടെ സൈന്യം മുഴുവൻ, കുതിരപ്പടയാളികളും തേരോട്ടും എല്ലാം അതിവേഗം നടത്തി വല്ലതും വിജയിച്ചോ? ദൈവം കൂടെയുള്ള നിന്റെ പുറകിൽ ആരൊക്കെ അണിനിരന്നാലും, ആരൊക്കെ വെല്ലുവിളിച്ചാലും വിശ്വാസത്തോടെ നീ പറയണം, എന്നെ നയിക്കുന്നതും എന്നെ നിയന്ത്രിക്കുന്നതും എന്നെ സംരക്ഷിക്കുന്നതും ദൈവമാണ്. ഇനി ബൈബിളിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, നിനക്ക് ചുറ്റും ദൈവം തീ മതിലായിരിക്കുമെന്ന്, നിനക്ക് ചുറ്റും ദൈവം അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന്. തീ കൊണ്ട് ദൈവം നിനക്ക് സംരക്ഷണം തരും. നിന്നെ തൊടുന്നതിന് മുമ്പേ അവർക്ക് പൊള്ളാൻ തുടങ്ങും. എനിക്ക് ചുറ്റും ദൈവത്തിന്റെ തീ മതിലുകൾ ഉണ്ടായിരിക്കും, അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയുണ്ടായിരിക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞ്, ഈ വർഷം ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് എനിക്ക് കാണാൻ കഴിയണം. ഈ വർഷം എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുന്നത് കാണാൻ കഴിയണം. ഈ വർഷം എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നത് എനിക്ക് കാണാൻ കഴിയണം. ഈ വർഷം എന്റെ വീട് പണി പൂർത്തിയാകുന്നത് എനിക്ക് കാണാൻ കഴിയണം. ഈ വർഷം എന്റെ ജീവിത പങ്കാളി മാനസാന്തരപ്പെടുന്നത് കാണാൻ ഇടയാണ്. ഈ വർഷം എനിക്കൊരു സൗഖ്യം
സൗഖ്യം അനുഭവിക്കുന്നത് കാണാൻ കഴിയണം. ഈ വർഷം എന്റെ പ്രയാസങ്ങൾ മാറുന്നത് കാണാൻ കഴിയണം. ഈ വർഷം എന്റെ ബന്ധനങ്ങൾ മാറുന്നത് കാണാൻ കഴിയണം. ഈ വർഷം എന്റെ കുഞ്ഞുങ്ങളെ രാജ്യത്ത് പോകുന്നത് എനിക്ക് കാണാൻ കഴിയണം. ഈ വർഷം എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ കഴിയണം. ഈ വർഷം എന്റെ വിസ ശരിയാകുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയണം. ഈ വർഷം എനിക്ക് തലമുറകളെ നൽകുന്ന വർഷമാകണം. ആ കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ശബ്ദം ഉയർത്തുന്നു, സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, കരങ്ങളടിച്ചൊന്ന് ചേർന്ന് പാടാം. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവൻ എങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവൻ എങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുരഞ്ഞ ചെടിൽ നിന്നും കയറ്റി, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടിൽ നിന്നും കരമുയർത്തി പാടാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കരങ്ങൾ താഴ്ത്തി അടിച്ച് എന്റെ കാലുകളെ പാറമേൽ തട്ടി, എന്റെ മനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ തട്ടി, എന്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എന്റെ കർത്താവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എന്റെ കർത്താവിന് സ്തുതികൾ. അതുകൊണ്ട് കരം വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പിന്നെയോ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ. അതുകൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ സ്തുതിക്കുന്നു യേശുവേ, നിറയണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
കണ്ണടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് എലിയ പ്രവാചകൻ ആ വിധവയുടെ വീട്ടിൽ പോയപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, നിറയുന്നത് നീ മാറ്റിവെക്കണം. അവസാനം ആ വീട്ടിൽ നിന്ന് വന്നൊരു വാർത്തയുണ്ട്, എല്ലാ പാത്രവും നിറഞ്ഞു, ഇനി എന്തു ചെയ്യണം? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എണ്ണ വിറ്റ് കടം വീറ്റുക, ബാക്കിയുള്ളത് കൊണ്ട് ഉപജീവനം നടത്തുക. നോക്കൂ, ലഭിച്ച ഒരു അനുഗ്രഹം വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു കുഞ്ഞു പ്രവൃത്തിയാകട്ടെ, അത് വലിയ അനുഗ്രഹത്തെ കൊണ്ടുവരും, വലിയ നന്മയെ കൊണ്ടുവരും. നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരും. നിങ്ങൾ ഈ വർഷം ഒരു സാക്ഷ്യത്തെ പറയും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി അനുഗ്രഹിക്കും. ആമേൻ. ഇരിക്കാമോ? ഇരിക്കാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ എനിക്ക് നന്ദിയോടെ ഓർക്കാനുണ്ട്. ഇത്രയും ആളുകൾ ഈ ആലയത്തിൽ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. സിനിമയൊക്കെ സംവിധാനം ചെയ്ത് അങ്ങ് ബൈക്കിൽ പോയപ്പോൾ ഇവിടെ ഉണ്ടോ? അദ്ദേഹം അങ്ങായിരിക്കുന്നത്. അദ്ദേഹം തെലുങ്ക് തമിഴ് സിനിമയിലെ സംവിധായകനാണ്. മലയാളിയല്ല, മലയാളം പറയാൻ അറിയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയൊക്കെ തുടങ്ങാൻ പോവുകയാണ്, തമിഴിൽ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും ഒന്നും വലിയ കാര്യമായി ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ സഹോദരി പറഞ്ഞ് എന്തായാലും ഇവിടെ പോകണമെന്ന് പറഞ്ഞ് 9 ആഴ്ചകൾക്ക് മുമ്പ് വന്നതാണ്. ആ വ്യക്തി അനുഭവിച്ച ഒരു അനുഗ്രഹമുണ്ട്, ഒരു സാക്ഷ്യമുണ്ട്. ഇരുന്നോ സാർ, ഇരിക്കുക. ഇതെല്ലാം നന്ദിയോടെ ഓർക്കുവാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെയാണേലും സിബി മാത്യു സാറാണേലും ഞങ്ങളുടെ ഈ കുഞ്ഞു സ്ഥലത്തേക്ക് വരാൻ കാണിച്ച മനസ്സല്ലേ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരമാണ്, ഒരു പ്രോത്സാഹനമാണ്, ഒരു ബലമാണ്. സാറേ ഒത്തിരി നന്ദി. ഒന്ന് ഫ്രണ്ടിൽ ഒന്ന് വരുമോ? അദ്ദേഹത്തെ സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകാം. കേരളത്തിൻ്റെ പോലീസിൻ്റെ ഉന്നത തലപ്പത്ത് നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. DGP ആയിരുന്നു സിബി മാത്യു സാർ. നമുക്കൊരു നിമിഷം ആ സാറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇദ്ദേഹത്തിൻ്റെ മകള് അമേരിക്കയിൽ ഡോക്ടറാണ്. അവരിന്നൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഒരു നിമിഷം സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബി മാത്യു സാറേ, സാറിൻ്റെ എല്ലാ നിയോഗവും കുടുംബവും അനുഗ്രഹമാകട്ടെ. ഞങ്ങളെപ്പോലെ ഈ കുഞ്ഞു സ്ഥലത്ത് ഈ ആരാധനാലയത്തിൽ വരുമ്പോൾ ഞങ്ങൾക്കും ഈ ജനത്തിന് ഞങ്ങൾക്കത് പ്രോത്സാഹനമാണ്. ഞങ്ങൾ മനസ്സുകൊണ്ട് സാറിനെ, കുടുംബത്തെ, ജീവിതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഉടനെ ആരാധനയിലേക്ക് കയറും. കരങ്ങൾ വീശിക്കൊണ്ട് പാടുകയും ചേർന്ന് വലിയതാണെനിക്ക് കരങ്ങൾ വീശി ആരാധനയുടെ ആദ്യ നിമിഷം തന്നെ ഈ അകത്തും പുറത്തുമായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ആലയത്തിൻ്റെ എല്ലാ ഭാഗത്തും നിറയെ ആളുകളുണ്ട്. ഇതിനകത്തുള്ള സൗകര്യങ്ങളും പരിമിതമാണ്, പല ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും കർത്താവ് ഈ ആലയത്തെ എല്ലാ നിയന്ത്രണവും അങ്ങേക്ക് തരുന്നു. നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ 2 കിലോമീറ്റർ അധികം റോഡിൻ്റെ 2 വശത്തും വാഹനങ്ങളുണ്ട്. അതും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു അസ്വസ്ഥതയ്ക്കും കാരണമാകാതിരിക്കട്ടെ, ഒരു വഴക്കിനോ വിഷമത്തിനോ ഒന്നും കാരണമാകാതെ ദൈവമേ, വാഹനങ്ങളെയും അതുപയോഗിക്കുന്നവരെയും റോട്ടിലൂടെ പോകുന്നവരെയും എല്ലാം നിയന്ത്രിക്കണമേ. അങ്ങയുടെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് വരണമേ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തയ്യാറാകാം. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇടവരട്ടെ. നിനക്ക് പറയാൻ ദൈവം ഒരു സാക്ഷ്യം തരട്ടെ. എനിക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ടാകും. നിറയുന്നത് മാറ്റിവെക്കാൻ ഇടവരും. കാനായിലെ കുടുംബത്തിൽ, ഗലീലെ കാനായിലെ കുടുംബത്തിൽ ആദ്യത്തെ അത്ഭുതം യേശു ചെയ്തെങ്കിൽ ഇന്നത്തെ ആരാധനയിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എൻ്റെ ജീവിതത്തിൽ ദൈവം ആദ്യത്തെ അത്ഭുതം ചെയ്യാൻ ഇടവരട്ടെ. ഈ വർഷത്തിന്റെ ആദ്യം ദൈവത്തിന്റെ അത്ഭുതം അനുഭവിക്കാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ. പ്രിയപ്പെട്ടവരെ,
വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ചേർത്ത് വയ്ക്കുകയാണ്. ഇന്നലെ രാത്രി, മിനിഞ്ഞാന്ന് രാത്രിയൊക്കെ ഒരുപോലെ കണ്ണടയ്ക്കാതെ രാത്രിയിൽ ഉറക്കം മാറ്റിയൊക്കെ വെച്ച് യാത്ര ചെയ്ത് ഈ ആലയത്തിൽ വന്നിട്ടുള്ള ഒരുപാട് അമ്മമാർ, അപ്പച്ചന്മാർ, യുവതി യുവാക്കളൊക്കെയുമുണ്ട്. എല്ലാവരോടും നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ട് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. എങ്കിലും കർത്താവേ, ഈ ജനത്തെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഈ ജനത്തെ അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഇന്ന് ആരൊക്കെയാണോ കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ഒരാഗ്രഹത്തോടെ ഈ ആലയത്തിലേക്ക് കയറി വന്നത്, ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിലേക്ക് വന്നത്, അവരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ആരൊക്കെയാണോ ഇന്ന് നിയോഗം എഴുതി സമർപ്പിച്ചത്, ആരൊക്കെയാണോ വിശുദ്ധ കുർബാനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണോ കൽക്കുരിശിൽ എണ്ണ ഒഴിച്ച് എഴുതി പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണോ നിയോഗത്തിൽ തിരിമേടിച്ച് പ്രാർത്ഥിച്ചത്, നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, ആരെല്ലാം ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ എവിടെയാണോ ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനം ഇടുന്നത്, അവിടെ തിന്മയുടെ ആധിപത്യങ്ങൾ തകർന്നു പോകും. അവിടെ ദൈവത്തിന്റെ ആധിപത്യം ഉയർന്നു വരും, ദൈവത്തിന്റെ സർവാധിപത്യം അവിടെ വരും. അങ്ങനെയെങ്കിൽ ഇതാ ഒരു നിമിഷം രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനമായി നിലനിന്നൊരു സമയമാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ആലയത്തിന് അടിസ്ഥാനമിട്ട് അന്നു മുതൽ, ആ ദിവസം മുതൽ ആ ജനം, ആ ദേശം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. വചനത്തിന് അടിസ്ഥാനമിട്ട ഈ 3-ാം തീയതി മുതൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ, ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ, ഈ വർഷം എനിക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരട്ടെ. ഈ ഒരു വർഷത്തിൽ ഒരു തകർച്ചയെ ഓർത്ത്, ഒരു സങ്കടത്തെ ഓർത്ത് എനിക്ക് പരാതി പറയാൻ ഇടയാകരുത്. ഈ വർഷം എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു അത്ഭുത സാക്ഷ്യത്തെ തരണമേ. രണ്ട് കരങ്ങളും ഉയർത്തി ആത്മാവിൽ നിറഞ്ഞ് ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിളിച്ച് യേശുവേ, യേശുവേ, നസ്രായനായ യേശുവേ. വിശ്വസിച്ച് വിളിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. കരമടിച്ചത് പാടാം. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. ചേർന്ന് പാടാമോ? ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. അതുകൊണ്ട് പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടാമോ? പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. അക്കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. കരമടിച്ചു പാടാമോ? എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. ആശ്രയമാ നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. പറഞ്ഞ് ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. അതുകൊണ്ട് കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. പാവനമായ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനമായ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എന്റെ
നിമിഷം ഇന്നത്തെ ഈ വർഷം എല്ലാ നന്മകൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. നിറയുന്നത് മാറ്റിവെക്കാൻ എനിക്കൊരു ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നല്ല തീരുമാനം ഈ വർഷം തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കാനുണ്ട്. നമ്മളെടുക്കുന്ന തീരുമാനത്തെ മറന്നു കളയാത്തൊരു ദൈവമുണ്ട്. നമ്മളെടുക്കുന്ന തീരുമാനമുണ്ട്. ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനം അത് മറന്നു കളയാത്തൊരു ദൈവമുണ്ട്. ഒരു പക്ഷെ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം ഇതായിരിക്കും, എന്റെ ജീവിതം ഇങ്ങനെ പോയാൽ പറ്റും, ഇതുപോലെ എനിക്ക് ജീവിക്കണം, ഇതുപോലെ എനിക്ക് മാറണം, തീരുമാനം മാറണം, ജീവിത സ്വഭാവം മാറണം. എടുക്കുന്ന തീരുമാനം ചെറുതാണെ പോലും അത് മറന്നു കളയാത്തൊരു ദൈവമുണ്ട്. ദൈവത്തിന് വേണ്ടി പണമോ സമയമോ കയ്യോ കാലോ ആയുസോ ആരോഗ്യമോ എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ? നാളുകളിൽ ദൈവത്തിനെ മാനിച്ചിരിക്കും. ഒരു പക്ഷെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഈ മലമുകളിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ സമയം പണം ആയുസ് ആരോഗ്യം എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ദൈവം നിന്നെ മാനിച്ചിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാനായി ആ നിയോഗത്തെ ഓർത്ത് ഇവിടെയുള്ള നേർച്ച ഭക്ഷണം, അതോടൊപ്പം ഇവിടെ എല്ലാവരുടെ കയ്യിലും അനുഗ്രഹിച്ചൊരു 10 രൂപ തരുന്നുണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾക്കറിയാം ഒരു ഗ്ലാസ് ചായക്കടയിൽ നിന്ന് കുടിക്കണേ 12 രൂപയാവും. 10 രൂപ കാണിക്കാനാണ് ചിന്തിക്കും. പക്ഷെ അത് ദൈവാനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചും ഒരു നിയോഗത്തോടെ നൽകുന്ന ഒരു 10 രൂപയാണ്. ഒരുപാട് സാമ്പത്തിക പ്രശ്നമുള്ളവർ ഇതിനകത്തുണ്ട്. കടം മേടിച്ചു വന്നവരുണ്ട്. കൊടുക്കാനുള്ള പലിശയ്ക്ക് മേടിച്ചത് ബാങ്ക് വായ്പ ജപ്തിയുടെ നിൽക്കുന്നു. ഇതിനൊന്നും കൊണ്ട് ചിന്തിച്ചാൽ ഇത് പരിഹാരമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരാളുടെ നിനക്ക് കൈ നീട്ടേണ്ടി വരില്ല ഒരിക്കലും. നിങ്ങളൊന്ന് ആഗ്രഹിച്ചു, കർത്താവേ ഞങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം അപ്പുറത്തെ വീട്ടിൽ 1000 രൂപയുണ്ടോ, ഒരു 50,000 രൂപ തരാൻ പറ്റുമോ? പലർക്കും മടിയാണ്. ദൈവമേ ഈ വർഷം ഞങ്ങളെ സാമ്പത്തികമായി കൂടി അനുഗ്രഹിക്കണമേ. ഈ വർഷം ഞങ്ങൾക്ക് ആരുടെ കയ്യിൽ നീട്ടേണ്ട ഒരു അവസ്ഥ വരരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കാശില്ല, ഞങ്ങളുടെ പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ അറിയത്തില്ല എന്ത് ചെയ്യുമെന്ന്, രോഗം മരുന്ന് മേടിക്കാനുള്ള പൈസയില്ല, ഒന്നിനും വിലയില്ല, നഷ്ടങ്ങളാണ്, ഒന്നും തികയുന്നില്ല. ദൈവമേ ഞങ്ങളെ നിറയുന്നത് മാറ്റിവെക്കാൻ ഇടവരണമേ. നിറയുന്നത് മാറ്റിവെക്കാൻ ഇടവരണമേ. നിറയുന്നത് ഒരുപക്ഷെ ഈ പണം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. പല ആളുകളും പല രാജ്യങ്ങളിലേക്ക് പോകാൻ ചില ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്ത് പറ്റിക്കപ്പെട്ടവരുണ്ട്. ചതിച്ച് ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി. ആളിപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. 3 ലക്ഷം പോയി, 5 ലക്ഷം പോയി, ഞങ്ങളുടെ 12 ലക്ഷം പോയി, 30 ലക്ഷം രൂപ വരെ പോയവരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് പോയവരുണ്ട്. നിങ്ങളെ ആർക്കും ചതിക്കാനിടയാകരുത്, നിങ്ങളെ ആർക്കും ചതിക്കാൻ പറ്റരുത്. നിങ്ങളുടെ 1 രൂപ ഒരാൾ ചതിച്ചു കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പണം ഒരാൾക്കും ചതിവിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഞങ്ങളെ സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇത് മാത്രമല്ല, ഈ വർഷം ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്, അപ്പച്ചമാർ, യുവാക്കളുണ്ട്. നിങ്ങൾക്കൊരു നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ജോലിക്ക് പാസ്പോർട്ടുമായി വന്നവരുണ്ടോ? ആ പാസ്പോർട്ട് ഒന്ന് എടുത്ത് കയ്യിൽ പിടിക്കുക. ചില മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് കയ്യിൽ പിടിക്കുക. രോഗികളൊന്ന് പ്രാർത്ഥിച്ച്, ഇത് എൻ്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്, എൻ്റെ മേൽ സൗഖ്യം തരുന്ന ദിവസമാണ്. ഞാൻ ദൈവത്തിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്നു. ഈ ജനം ഒരു നാൾ ഈ അൽത്താരയിൽ സാക്ഷ്യം പറയും. ഈ ജനം ഒരു നിയോഗത്തോടെ സാക്ഷ്യം പറയും. ഈ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തും. നിറയുന്നത് നിങ്ങൾ മാറ്റിവെക്കും. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. ഒരു കുറവും ദൈവം വരുത്തുകയില്ല. ഹല്ലേലൂയ.
അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ച് വിൽക്കാനുള്ള സ്ഥലമുണ്ട്, കൊടുക്കാനുള്ള സ്ഥലമുണ്ട്, മേടിക്കാൻ ചില ആഗ്രഹമുണ്ട്, ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ച്. ഞാൻ കണ്ട ഒരാൾ താഴേന്ന് മെറ്റിലും പെറുകിക്കൊണ്ട് വന്നിരിക്കുക, 3 മെറ്റിൽ കഷ്ണം പെറുകിക്കൊണ്ട് വന്നിരിക്കുക, ഞങ്ങളൊരു വീട് പണിയാൻ പോകുക. ഇതൊന്ന് പ്രാർത്ഥിച്ചു. ഓരോ വിശ്വാസമാണ് മനുഷ്യരുടേത്. കർത്താവെ, ഇവിടെ പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് നിയോഗങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാണ്. എല്ലാ തിന്മയുടെ ഒരു അടിസ്ഥാന കാര്യം കേട്ടെ, ദൈവവചനത്തിന് അടിസ്ഥാനമിടുന്നിടത്ത് പിശാചിന്റെ ആധിപത്യം പൊളിയും. പിശാചിന്റെ ആധിപത്യം പൊളിയും. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് അടിസ്ഥാനമിട്ട ജനുവരി 3-ാം തീയതിയാണ്. ദൈവവചനത്തിന് അടിസ്ഥാനമിട്ട ഈ ദിവസം തിന്മയുടെ ആധിപത്യങ്ങൾ പൊളി. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ വെളിച്ചത്തെ കാണുന്ന സമയമാണ്. വലിയ വെളിച്ചം കാണുന്ന സമയമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്പോർട്ട് ആയിരിക്കാം, ഒരു ജോലി സാധ്യത, കുടുംബജീവിതം തകർന്നവർ. അപ്പോൾ ഒരു അമ്മ പറഞ്ഞു, അച്ഛാ, ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് കണ്ണിന് ചുറ്റും വെള്ളപ്പാണ്ടുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വെള്ളപ്പാണ്ട് ശരീരത്തിൽ ഉള്ളത് കൊണ്ട് പുറത്തിറങ്ങാൻ മടിയുള്ളവർ, ജോലിക്ക് പോകാൻ മടിയുള്ളവർ, ആകെ മനസ്സുകൊണ്ട് ഡൗൺ ആയിരിക്കുന്നവർ, ഒരു വിഷയം ഒരാളായിരിക്കും, പക്ഷെ ഞങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ ആ മെറ്റിലിലൂടെ ആ കൽക്കുരിശിന്റെ മുമ്പിൽ നീണ്ട വരികളായി നിന്ന് എത്രയോ സമയം മാറ്റിവെച്ച് പ്രാർത്ഥന നിയോഗം എഴുതി കൊടുത്ത ഓരോ നിയോഗത്തിന് വേണ്ടിയും ഒരാളെ പോലും വിട്ടുപോകാതെ ഓരോ നിയോഗത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാണ്. കർത്താവെ, ഇവിടെ വിദേശത്ത് പോകണം, ജോലി ചെയ്യണം, ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിദേശത്തുള്ള ചില ആളുകൾക്ക് ജോലി ശരിയായിട്ടില്ല, PR ശരിയായിട്ടില്ല, ഒരു ജോലി ശരിയാകുന്നില്ല. സകല കാര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്ന് നടക്കണമേ. ഇന്നു മുതൽ ചില അത്ഭുതങ്ങൾ കാണാൻ ഇടവരണമേ. ഇന്നു മുതൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കാണാൻ ഇടയാകണമേ. ഇങ്ങനെ ചിന്തിച്ച് ഈ വർഷം എൻ്റെ ജീവിതത്തിലുണ്ടായൊരു തകർച്ചയെ ഓർത്ത് എനിക്ക് സങ്കടപ്പെടാൻ ഇടയാകരുത്. എൻ്റെ ജീവിതത്തിലുണ്ടായൊരു പരാജയത്തെ ഓർത്ത് ഈ വർഷം എനിക്ക് സങ്കടപ്പെടാൻ ഇടയാകരുത്. എനിക്കുണ്ടായ ഒരു വലിയ അവസ്ഥ, ഒരു സങ്കടം, ഒരു രോഗത്തെ ഓർത്ത് എനിക്ക് കരയാൻ ഇടയാകരുത്. എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു വേദനയെ ഓർത്ത് ഈ വർഷം എനിക്ക് കരയാൻ ഇടയാകരുത്. ഒന്ന് പ്രാർത്ഥിച്ച്. 2, യേശുവേ, അങ്ങ് നൽകുന്ന അനുഗ്രഹം ഈ വർഷം എൻ്റെ വീട്ടിൽ കാണാൻ കഴിയണം. അങ്ങ് നൽകുന്ന അനുഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങളിൽ ഈ വർഷം എനിക്ക് കാണാൻ കഴിയണം. അങ്ങ് നൽകുന്ന അനുഗ്രഹം എൻ്റെ ശരീരത്തിൽ ഈ വർഷം എനിക്ക് അനുഭവിക്കാൻ കഴിയണം. ഞങ്ങൾ ഈ അൽത്താരയിൽ വച്ചിരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ SLC +2 പരീക്ഷയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് ആരുടെ നിയോഗങ്ങളുണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഉയർത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിയോഗത്തിൽ കൊന്തയുണ്ടെങ്കിൽ, നിയോഗത്തിന്റെ ജപമാല ഉണ്ടെങ്കിൽ ഒന്ന് കൈകളിലെടുത്ത് 9 പ്രാവശ്യം ഒന്ന് നിയോഗ പ്രാർത്ഥന ചൊല്ലി ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 5 പ്രാവശ്യം നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ബാക്കി 4 പ്രാവശ്യം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സാധ്യമായിടത്തോളം, ഒരുപക്ഷെ നിസ്സാരമായി തോന്നും, കാര്യ ഗൗരവമായി തോന്നത്തില്ല, വിശ്വാസത്തോടെ ചെയ്യുന്ന കുഞ്ഞു പ്രവൃത്തിക്ക് പോലും ദൈവസന്നിധിയിൽ വിലയുണ്ട്. അതൊരു അത്ഭുതത്തെ കൊണ്ടുവരും, അതൊരു അത്ഭുതത്തെ ജനിപ്പിക്കും, അതൊരു വലിയ വിടുതലിന് ജന്മം കൊടുക്കും. അതങ്ങനെയാണ്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
നസ്രായനായ എൻ്റെ യേശുവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് നിങ്ങളുടെ നിയോഗത്തെ മനസ്സിൽ കണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കി തരുന്ന ദൈവത്തെ മനസ്സിലാക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും ഒരു മുട്ടുണ്ടാവില്ല. ഈ വർഷം എൻ്റെ സാക്ഷ്യം അതായിരിക്കണം. എണ്ണി എണ്ണി പറയാൻ പാകത്തിന് അനുഗ്രഹം ഉണ്ടാകണം. കൈ ചൂണ്ടി പറയണം, ഇന്ന കാര്യത്തിൽ ദൈവം ഇടപെട്ടു എന്ന് പറയാൻ ഇടവരും. ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് സാക്ഷ്യങ്ങൾ പറയുന്നവരുടെ ശബ്ദം ഉയരണം. യാബസ് പ്രാർത്ഥിച്ചില്ലേ, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമെന്ന്? വിശ്വാസത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാകണം. എൻ്റെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാകണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമായി വിസ്തൃതമാകണം. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അത് അങ്ങ് അനുഗ്രഹിച്ച് വിസ്തൃതമാക്കണമേ. പരസ്പര സ്നേഹത്തിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ദൈവ വിശ്വാസത്തിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നസ്രായനായ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ശബ്ദം ഉയർത്തി സ്തുതിച്ചേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പാടാം. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ. വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ. വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ. ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ. ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. എന്റെ യേശു ജീവിക്കുന്നു.